ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം ഇവിടെ വായിച്ച് കേൾപ്പിക്കും. അതിനുശേഷം എന്തുകൊണ്ടാണ് ഷമീർ അബ്ദുൽ സലാം എന്ന ഞാൻ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചും എന്തുകൊണ്ടാണ് ഈ സുവിശേഷ യോഗം ഇങ്ങനെയൊക്കെ നടത്തപ്പെടുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ വളരെ ശാന്തമായി ദേശത്തോട് അറിയിക്കുക എന്നുള്ളതാണ് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം, ഞാനൊരിക്കൽ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ ഇങ്ങനെ പോയി. സംഘാടകർ ആരാധന തുടങ്ങിക്കഴിഞ്ഞതുകൊണ്ടാകാം പെട്ടെന്ന് അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്ന സാഹചര്യമില്ലായിരുന്നു. ഏകദേശ സ്ഥലം പറഞ്ഞു തന്നു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇതുപോലെ കടയുടെ തിണ്ണയിൽ 3-4 ചെറുപ്പക്കാർ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു. ഞാനവിടെ കാർ നിർത്തിയിട്ട് ചോദിച്ചു, ഇവിടെ ഈ കൺവെൻഷൻ നടക്കുന്ന എവിടെയാണ്? അപ്പോൾ സൗണ്ട് കേൾക്കാം, നല്ല രീതിയിൽ മൈക്കിൽ കൂടെ സൗണ്ട് കേൾക്കാം. ഞാൻ ചോദിച്ചു, ഇത് എവിടെയാണ് നടക്കുന്ന സ്ഥലം എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാർ എനിക്ക് വഴി പറഞ്ഞു തന്നു. സാറേ എന്നെ പോയാൽ മതി ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു എനിക്ക് വഴി പറഞ്ഞു തന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, താങ്കളാണോ ഇന്ന് പ്രസംഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, അതെ ഞാനാണ് പ്രസംഗിക്കുന്നത്. ഒരു അപേക്ഷ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാന്ന് ചോദിച്ചു. അല്ല, ഞങ്ങൾ ഇങ്ങനെ അവിടെ ഒന്നും വന്നില്ലെങ്കിലും എന്താ ഈ പറയുന്നതെന്നൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടൂടെ ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ ഈ മനുഷ്യർക്ക് മനസ്സിലാകുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്നെ അങ്ങനെ പറഞ്ഞ്, അല്ല ഈ കഴിഞ്ഞ ദിവസം ഒരാൾ അവിടെ കാറിൽ കൂവി ക്രാന്ന് എന്തൊക്കെയോ പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് പുള്ളിക്കും മനസ്സിലായില്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല. അതുകൊണ്ട് എന്തെങ്കിലും പറയുന്നെങ്കിൽ ഒന്നും മനസ്സിലാകുന്ന പോലെ പറഞ്ഞാൽ സന്തോഷമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കിടന്ന് ഒത്തിരി ബഹളം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ശാന്തമായി പൊതുജനത്തിന് മനസ്സിലാകുന്ന നിലയിൽ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ചിന്തയ്ക്ക് ആധാരമായി വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം 14-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി തിരുവചന ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നത്. അത് മൈക്കിൽ കൂടെ നമ്മൾക്ക് പുറത്തുള്ളവർ കേൾക്കുന്നത് കൊണ്ട് അവർക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 14-15 പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. മതി, കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിന് ഒറ്റ മുഖേ ഉള്ളൂ, ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം. അത് പറയാനാണ് വാസ്തവത്തിൽ സുവിശേഷ യോഗം സംഘടിപ്പിക്കുന്നത്. പക്ഷേ സങ്കടത്തോടെ പറയേണ്ടി വരും, പലപ്പോഴും പലയിടത്തും ഇതൊന്നും പറയേണ്ടത് പറഞ്ഞ് കേൾക്കുന്നില്ലെന്നുള്ളതാണ് ഒരു വിഷയം. ഞാനിങ്ങനെ യാത്ര പോകുമ്പോൾ പരസ്യയോഗമോ കൺവെൻഷനോ കണ്ടാൽ പെട്ടെന്ന് നിർത്തി കേൾക്കുന്ന ഒരു താല്പര്യമുള്ള മനുഷ്യനാണ്. പരസ്യയോഗമാണെങ്കിൽ ഇറങ്ങി ചിലപ്പോൾ 10 മിനിറ്റ് സംസാരിക്കുകയും കൂടെ ചെയ്യും. അത്രയും എനിക്കിഷ്ടമുള്ളൊരു കാര്യമായത്. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പോയപ്പോൾ വഴിയിൽ ഇതേപോലെ കൺവെൻഷൻ നടക്കുന്ന കണ്ടു. വണ്ടി നിർത്തി അല്പം കേൾക്കാമെന്ന് വെച്ചപ്പോൾ സുവിശേഷ യോഗം എത്ര ദിവസത്തെ കഷ്ടപ്പാട്, എത്ര പൈസ ചിലവാക്കി, എത്ര പേരുടെ ഉറക്കമുള്ളപ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടി ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ പ്രസംഗിച്ച ആൾ പറഞ്ഞു, ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം അടുക്കളയിൽ ഭർത്താക്കന്മാർ ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ്. ലാസ്റ്റ് പുള്ളി പറഞ്ഞു നിർത്തിയത് ഇടയ്ക്ക് കയറി പാത്രമൊക്കെ കഴുകി കൊടുത്തോണമെന്ന് പറഞ്ഞാണ് നിർത്തിയത്. ചുരുക്കി പറഞ്ഞാൽ ഈ സുവിശേഷം എന്താണ് എന്നറിയാത്തൊരു കാലഘട്ടം, അല്ലെങ്കിൽ അത് വിളംബരം ചെയ്യാത്തൊരു കാലഘട്ടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. എന്നാൽ അപ്പോസ്തലന്മാർ നമ്മളോട് പച്ചയായി പറഞ്ഞു തരികയാണ്. മനുഷ്യന്മാരോട് പറയുന്നു, മനുഷ്യന്മാരെ, നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ ഈ വ്യർത്ഥമായ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ളൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് വിളംബരം ചെയ്യും. 2 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരം. അതാണ് ഇന്നത്തെ പ്രസംഗം. 1, എന്താണ് മനുഷ്യന്മാർ വിട്ടുകളയേണ്ടുന്ന വ്യർത്ഥമായ കാര്യങ്ങൾ? 2, ആരാണ് ജീവനുള്ള ദൈവം? ഈ 2 ചിന്ത ഇന്ന് രാത്രിയിൽ പങ്കുവെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയം അനുവദിക്കുന്നത് പോലെ ഞാൻ അല്പം ഓടിപ്പോകും. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ വാക്കും ഭാഷണവും കൂടാതെ ഒരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും സന്ധ്യയ്ക്ക് TV ചാനലുകളിൽ വല്ലതും നടക്കുന്ന ചർച്ചയെക്കുറിച്ചാണോ എന്ന് ചിന്തിച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കാതോട് കാതോരമായി ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതെന്താണ് ആ ചർച്ച എന്ന് ചോദിച്ചാൽ,
എന്തിനാണ് ആളുകളെല്ലാം യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്? ഇതൊരു ഭയങ്കര ചർച്ചാ വിഷയമാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ലെന്ന്. അങ്ങനൊന്നുമല്ല. ഇവിടെ എല്ലാ അണ്ണന്മാരും ചർച്ച ചെയ്യുന്നൊരു ചിന്തയാണ്, ഈ ആളുകളൊക്കെ എന്താണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. നോക്കേ, ഒരു സുവിശേഷ യോഗം ഇപ്പം നിങ്ങൾ ഈ യാത്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ മതലയിലൊക്കെ നിങ്ങൾ സുവിശേഷ യോഗത്തിൻ്റെ നോട്ടീസ് എടുത്ത് നോക്കണം. ഇവിടെ മതലയിലൊക്കെ നോക്കിയാൽ കാണാം പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, ഉണ്ണികൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ, നാരായണൻകുട്ടി, ഇങ്ങനെ എത്ര എണ്ണമാണ് പാസ്റ്ററായിട്ട് ഇങ്ങനെ നടക്കുന്നത് അല്ലേ? അപ്പോൾ ആളുകൾ ഇങ്ങനെ നോക്കിയുടെ യുവന്മാർക്കൊക്കെ ഇത് എന്ത് പറ്റി? ഞാൻ കഴിഞ്ഞ ദിവസം പുനലൂർ പോയപ്പോൾ ഒരു പാസ്റ്റർ ഉണ്ണികൃഷ്ണൻ, പുള്ളിക്കാരെ ഈ സുവിശേഷം ഇഷ്ടപ്പെടാത്ത അണ്ണന്മാരുടെ കൂട്ടത്തിലായിരുന്നു കുറച്ച് കാലം. അവിടുന്ന് പുള്ളി കർത്താവിനെ അറിഞ്ഞ് ഇപ്പം ശക്തമായിട്ട് റോഡരികിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുക. അപ്പം ഇങ്ങനെ ഈ ഉണ്ണികൃഷ്ണനും ഗോപാലകൃഷ്ണനും നാരായണൻകുട്ടിയും സുരേഷും സുമേഷും രതീഷും രമേശും ഒക്കെ പാസ്റ്ററായി ഇങ്ങനെ വരുന്നു. ഇതൊക്കെ എന്തടേ ഇവന്മാർ ഇങ്ങനെയൊക്കെ പോണത്? ഒരു ചർച്ചാ വിഷയം. ഇങ്ങനെ മറുസൈഡിൽ നോക്കിയപ്പോഴിടാ അതെ പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ, അബ്ദുൽ സമദ് തിരുവനന്തപുരം, റംല തോമസ്, ജമീല ബീവി, സൗദാ ബീവി, ഇങ്ങനെ എത്ര എണ്ണം ഒരു ഭാഗത്ത്. ഒരു രക്ഷയില്ല. പറഞ്ഞാൽ ഇച്ചിരൂടെ സമയം പോകും, അതുകൊണ്ടാണ് പറയാത്ത. ഇഷ്ടംപോലെ ഐറ്റം ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു ഭാഗത്ത് നോക്കിയപ്പോൾ ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഇങ്ങനെ കുറേ അച്ഛന്മാർ 50-60 വയസ്സിൽ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെട്ട് പെന്തിക്കോസുകാരുടെ കൂടെ. ചേട്ടാ യുവമാർക്കൊക്കെ എന്തിനു പറ്റണം? അപ്പൊ ഇങ്ങനെ ചോദ്യം ആളുകൾ ഇങ്ങനെ പരസ്പരം ചിന്തിക്കുകയാണ്. ഇന്നാളൊരുത്തം പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 2 എണ്ണം പോയെന്ന് പെന്തിക്കോസ്. ഇത് എന്താ പരിപാടി? ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഒരാൾ വന്നിരുന്ന് കൊട്ടുന്നു. ആദ്യം നോക്കിയപ്പം അവിടെ 2 പായും പിന്നെ അപ്പുറത്ത് കെട്ടിയിരിക്കുന്ന പശുവേ ഉള്ളൂ. പോട്ടെ, അവിടെ കാണാൻ കൊട്ടിക്കോട്ടെന്ന്. 6 മാസം കഴിഞ്ഞപ്പോൾ അതേ 10 കുടുംബമായി. ഇതിങ്ങനെ വിട്ടാൽ ഒക്കത്തില്ല. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുക, എന്താ ഇവരെല്ലാം യേശുവിന്റെ പിന്നാലെ പോണേ? അപ്പൊ ഈ പരിപാടി ഒന്ന് നിർത്തണമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ അത്ര അണ്ണന്മാരെ എന്തെല്ലാം പണി ഒപ്പിക്കുക ഈ പരിപാടി നിർത്തായി. ഇതൊന്നും അങ്ങനെ നിൽക്കുന്ന പരിപാടിയൊന്നും അല്ല. അതൊക്കെ ഞാൻ ഇച്ചിരി കഴിഞ്ഞ അണ്ണന്മാർക്ക് പറഞ്ഞുതരാം, അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ ചിന്ത ഇങ്ങനെ പോവുക, എന്താണ് ഇവരൊക്കെ യേശുവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകണമെന്നിങ്ങനെ ചിന്ത ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അതിന് നമ്മുടെ നാട്ടിൽ തന്നെ ചില ആളുകൾ മറുപടിയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നത് ഇവരൊക്കെ ഈ പെന്തിക്കോസിൽ പോകുന്നത് എന്താണെന്നറിയാമോ? ഇവർ യേശുവിൻ്റെ പിന്നാലെ പോകാൻ കാരണം എന്തെന്നറിയാമോ? അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോകുന്നതാണെന്നാണ്. അമേരിക്കക്കാരുടെ ഇരിപ്പ് കണ്ടോ? ഒരു സ്വത്രം പറഞ്ഞു. നിങ്ങൾ സെമിത്തേരിയിലാണോ യോഗം നടക്കണേ? ഒരു നല്ല സ്വത്രം പറഞ്ഞേ. കിടക്കാൻ ഒരു പായില്ലെങ്കിലും കേൾക്കാൻ ഒരു സുഖമൊക്കെ ഇല്ലേ അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ? ഒരു നല്ല സന്തോഷത്തോടെ ഒരു സ്വത്രം പറ. അപ്പൊ അമേരിക്കൻ പണം കിട്ടിയതുകൊണ്ടാണ് ഇവരൊക്കെ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. സത്യസന്ധമായി ഈ നാട്ടുകാരോട് ഞാൻ പറയട്ടെ, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ. ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ഈ പുസ്തകമെടുത്ത് ബാപ്പാടെ ഉമ്മാടെയും കുടുംബത്തോട് ടാറ്റ പറഞ്ഞ് പെന്തിക്കോസിൽ തുള്ളാൻ ഇറങ്ങിയോ അന്ന് ഉള്ള കിടക്കാടവും കൂടെ പോയി എന്നുള്ളതാണ് സത്യം. സത്യമായിട്ടും പറയുക, 1 സെന്റ് ഓഹരി തരത്തിലടാ എന്ന് പറഞ്ഞ് ഇറക്കി. പെന്തിക്കോസിൽ തുള്ളാനിറങ്ങി നീ തെണ്ടി തിരിഞ്ഞ് ഞങ്ങളുടെ അടുക്ക വരുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അന്നും ഇന്നും അത്യാവശ്യം മറുപടി പറയേണ്ടടുത്ത് മറുപടി പറയുന്ന ആളാണ്, മിണ്ടാതെ നിൽക്കുകയല്ല. അതുകൊണ്ട് അന്ന് ഞാനും മറുപടി പറഞ്ഞു, ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിന്റെ അടുക്ക വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ലടാ എന്ന് പറഞ്ഞ് ഞാനും ഇറങ്ങി. ഇന്ന് വരെ തെണ്ടിപ്പോകാൻ ഈ ദൈവം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ നിൽക്കണം. അപ്പം അതുകൊണ്ട് ഈ അമേരിക്കൻ പണം കിട്ടാൻ പോയി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ കസേരയിൽ ഇരിക്കുന്ന ഈ സഹോദരന്മാരുടെ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കണം, നിങ്ങൾ ഈ പെന്തിക്കോസിൽ പോയി അമേരിക്കൻ പണം കിട്ടിയോ, അല്ലെ എന്താ നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ ചോദിച്ചാൽ, ഭൗതികമായ നിലയിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അവർ പറയും എന്തോരം നഷ്ടങ്ങൾ സഹിച്ചെന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി ഒരു പ്രാർത്ഥനാ വിഷയം പറയാൻ എന്നെ ഫോണിൽ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ സഹോദരി എന്താ വിഷയം? പറയുക, പാസ്റ്ററെ ഭയങ്കര വേനലല്ലയോ, ചൂട്, മഴയില്ല, സഹിക്കാൻ മേല, വെള്ളമില്ല. ഒരു കിണറിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ സഹായം കൊടുക്കുന്നെന്ന് അറിഞ്ഞ് ചെന്നപ്പോൾ പഞ്ചായത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥ ചേട്ടന്മാർ പറഞ്ഞു കമ്മലും മാല ഇട്ടുകൊണ്ട് വന്നാൽ തരാമെന്ന്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലൊക്കെ നിങ്ങളുടെ ജാതിയും മതം ഇങ്ങനല്ലേ കിടക്കുന്നേ? എന്നിട്ട് നിങ്ങളിപ്പോൾ പെന്തിക്കോസിൽ തുള്ളാൻ പോവല്ലേ, അപ്പം നിങ്ങൾ കമ്മലും മാലയൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടൊക്കെ തരാമെന്ന് ഉദ്യോഗസ്ഥനായ ചേട്ടൻ പറഞ്ഞു. ആ സഹോദരി പറഞ്ഞു, വെള്ളം കുടിക്കാണ്ട് ചത്താലും യേശുവിനെ തള്ളി പറഞ്ഞിട്ട് അങ്ങനെ ഒരു കിണർ വേണ്ട സാറേ എന്ന് പറഞ്ഞ് ആ സഹോദരി തിരിച്ചു വന്നേച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വിളിച്ചതാണ്. ഞാൻ പറഞ്ഞത്, അങ്ങനെ എന്തെല്ലാം നഷ്ടപ്പെട്ടാണെന്നറിയാമോ ഈ കൊട്ടിപ്പാടി കലവിലവിലാന്ന് പറയാൻ ഈ പാവങ്ങൾ ഇറങ്ങി തിരിച്ചെന്നറിയാമോ? അതുകൊണ്ട് അമേരിക്കൻ പണം കിട്ടിയോണ്ട് പോയെന്നൊന്നും ആരും പറയില്ലേ, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്.
പിന്നെ ചില കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്നലെ വരെ കൂലിപ്പണി ചെയ്ത് 1200 രൂപ ശമ്പളം മേടിക്കും, 200 രൂപ പെണ്ണുമ്പിള്ളയ്ക്ക് കൊടുക്കും, 1000 രൂപ ബിവറേജിൽ കൊടുക്കും. അങ്ങനെ ആയിരുന്നു ശീലം സർക്കാരിൻ്റെ ഖജനാവിലെ. അങ്ങനെ കൊടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു ദിവസം യേശുവിനെ അറിഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ട് കുടി നിർത്തിയപ്പോൾ 1200 രൂപ കിട്ടിയാൽ 1000 രൂപ ഭാര്യയുടെ കൊടുക്കും, 200 രൂപ വട്ടച്ചെലവിനെടുക്കും. അപ്പോൾ കുടുംബത്തിൻ്റെ സ്ഥിതി ഇച്ചിരി മാറി. അങ്ങനെയൊക്കെ നന്നായ കുടുംബങ്ങൾ പലതും ഉണ്ട്. അത് അമേരിക്കൻ പണമല്ല, ഇന്ത്യൻ റുപ്പീസാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ പണം കിട്ടിയിട്ട് പോയി എന്ന് പറയുന്നവരോട് പിന്നെ മറുപടി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിടുക. പിന്നെ വേറൊരു കൂട്ടം ആളുകൾ ഇതിന് പറയുന്ന വേറൊരു പേരുണ്ട്. അവർ പറയുന്നത് മതം മാറ്റം എന്നാണ്. എന്താണ്? അങ്ങനെ പറയുന്നവരുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി, ഈ ചേച്ചി ഇപ്പോൾ അധികം കാണാനില്ല, ഇടയ്ക്കിടയ്ക്ക് ചേച്ചി ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ പൊങ്ങി വന്ന് പത്തിയൊന്ന് വിരിച്ചിട്ട് പോകുന്നൊരു ചേച്ചിയാണ്. ഇപ്പം കാണാനില്ല, ഇനി വരുമായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചേച്ചി പറഞ്ഞു, ഈ പെന്തിക്കോസുകാർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു ചേച്ചി പറയാണ്. ഞാൻ അന്ന് ഈ ചേച്ചിക്ക് മറുപടി കൊടുത്താണ്. എന്നാലും ചേച്ചിയുടെ ആളുകൾ വല്ലതും കോളാമ്പിയുള്ളതല്ലേ കേൾക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചങ്ങ് പറയാം. അങ്ങനെ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങൾ ആരെങ്കിലും മതം മാറ്റുന്നെന്ന ചിന്ത ഇവിടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാം. അങ്ങനാണെങ്കിൽ നിങ്ങൾ 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോക്കണം. ഒരു പ്രശ്നവുമില്ല. ഉണ്ടോ ഭാഷ? അടാ, കഞ്ഞിക്ക് വന്നവൻ ചിക്കൻ കാല് കണ്ടാൽ തിരിച്ചു വരാതിരിക്കുമോ? എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഒരു 2000-ൻ്റെ പുത്തൻ നോട്ടും ഒരു ചിക്കൻ ഫ്രൈ പൊരിച്ചങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് കൊണ്ടുപോക്കണം. ഇനി ഒന്നുകൂടെ ചലഞ്ച് ചെയ്ത് പറയാം, അങ്ങനെ ഒരു 2000-വും ചിക്കൻ ഫ്രൈയും കൊടുത്ത് ദേ ഈ ഗ്രൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന 4 എണ്ണത്തെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കണം എന്നാണ് ഞങ്ങളുടെ വാദം. പൊക്കോണം. അങ്ങനെ വരുന്നവരൊക്കെ കൊണ്ടുപോക്കണം. അതിൻ്റെ പേര് നാളെ ഞങ്ങളിവിടെ ഹർത്താൽ പ്രഖ്യാപിക്കത്തില്ല, ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, കൊടി പിടിക്കത്തില്ല, സമരം ചെയ്യത്തില്ല, തെറി വിളിക്കത്തില്ല, ഒരു പ്രശ്നവുമില്ല. ഇതിനകത്തുനിന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോക്കണം. അങ്ങനെ എത്ര എണ്ണം ഇവിടുന്ന് പോയി ഇല്ലേ? എത്ര എണ്ണം പോയി? ഇനി എത്ര എണ്ണം പോകാൻ കിടക്കുന്നു? പൊക്കോട്ടെ. അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് അയ്യോടാ ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് 4 എണ്ണം അപ്പുറത്ത്, ഇതൊന്നും ഞങ്ങളെ കരയിക്കുന്ന മാറ്ററൊന്നുമല്ല. ഇവിടുന്ന് എത്ര വേണമെങ്കിലും കൊണ്ടുപോക്കണം, പൊക്കോണം. പക്ഷേ പോയി കഴിഞ്ഞാലും ഇതിൻ്റെ അകത്തൊരു ന്യൂനപക്ഷം കാണും, ഒരു ന്യൂനപക്ഷം. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തെ കത്തി വെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ ആ കഴുത്തറുത്ത് അവിടെ നിലത്തിട്ടാൽ ആ നിലത്ത് കിടക്കുന്ന കഴുത്ത് അവിടെ കിടന്ന് 1 മിനിറ്റ് പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല, മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ. അത് ചിക്കൻകാലിന് വന്നവനല്ല, സ്വർഗരാജ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചവനാണ്, നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ. അതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നില്ലേ, ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ കാണുന്നില്ലേ, വടക്കേ ഇന്ത്യയിലെ കുറേ സംഘി അണ്ണന്മാര് സുവിശേഷികളായ ദൈവദാസന്മാരെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടും പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടും നിറവയറോടെ നിൽക്കുന്ന അമ്മമാരുടെ പള്ളക്ക് കത്തിവെച്ചിട്ടും അവരാരും യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഓടിയില്ല. പകരം അവർ പ്രാണം കൊടുത്തിട്ടും കർത്താവിന് വേണ്ടി നിന്നത് അവർ ഈ ലോകത്തിലെ കോഴിക്കാലിന് വേണ്ടി ഇറങ്ങിയതല്ല, നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. 20 വർഷം മുമ്പ് ഞാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ എൻ്റെയും ബാപ്പാടെ ഉമ്മാടെയും കുടുംബത്തിൽ നിന്ന് പലരും വിളിച്ച് പറഞ്ഞു, നിന്നെ കൈവെട്ടും കാലുവെട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വന്നു. ഞാൻ പറഞ്ഞടാ, ചാകാൻ മെനക്കെട്ട് നടക്കുന്നവനെ വെട്ടുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ പോയി പണി നോക്കടാന്ന് പറഞ്ഞു. കാര്യം എന്താണെന്നറിയാമോ? ഈ പുസ്തകം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള സന്ധ്യകളിൽ കൂട്ടുകാരുമായി ജംഗ്ഷനിൽ ഒത്തുകൂടി പിരിവിട്ട് കുപ്പിയെടുത്ത് വെള്ളമടിച്ചും ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മേളെ വലിഞ്ഞു കയറി പാട്ടും കൂത്തും ഗാനമേള നടത്തിയും അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കിയും കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പിൽ അടിയുണ്ടാക്കിയും നടന്നൊരു ഭൂതകാലമുണ്ട്. അന്ന് ഇതുപോലെ കവലയിൽ കോളാമ്പിയും പിടിച്ച് മീശം പിടിച്ച് നിൽക്കുന്ന ഉപദേശിമാരെ കണ്ടാൽ എവൻ്റെ ചെവിക്കലിനിട്ടൊന്ന് കൊടുത്താൽ എന്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കേണ്ട, മാറും. അങ്ങനെ തോന്നിയെന്ന് സത്യമായിട്ടും അങ്ങനെ ചിന്തിച്ചൊരു കാലമുണ്ട്. ആ കാലത്ത് നിന്നാണ് കഴിഞ്ഞ 20 വർഷമായി ഈ പുസ്തകം പിടിച്ചുകൊണ്ട് ബാപ്പയ്ക്കും അമ്മയ്ക്കും പെങ്ങന്മാർക്കുമൊക്കെ കൊള്ളാവുന്നൊരുത്തനായി ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി മരിച്ചാൽ അതിനേക്കാൾ വലിയ ലാഭമൊന്നുമില്ല. അതുകൊണ്ട് അത്തരം ഓലപ്പാമ്പൊന്നും പാട്ടി ആരും വിളച്ചിലൊന്നും എടുക്കണ്ട. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്, അതല്ലാതെ മറ്റൊരു സന്ദേശമില്ല. ആമേൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ അമേരിക്കൻ പണം കിട്ടിപ്പോകുന്നു അല്ലെങ്കിൽ മതം മാറി അത്തരം വികലമായ ചിന്തകളൊക്കെ വിട്ടേച്ച് ഇന്ന് രാത്രി ചില യാഥാർത്ഥ്യങ്ങൾ പറയാം. കാതു തുറന്നത് കേട്ടോ,
കേട്ടിട്ട് കൊള്ളാമെന്ന് തോന്നിയാൽ ഏറ്റെടുത്തോ, അല്ലെങ്കിൽ വിട്ടുകളയാം. ജനാധിപത്യമാണ്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്തുകൊണ്ടാണ് ഈ ആളുകളൊക്കെ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ച് അല്പസമയം വായിച്ച വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ശാന്തമായി പറഞ്ഞ് അവസാനിപ്പിക്കാം. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് നാം കൊണ്ടുവന്നത്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഒന്ന് വായിക്കാം, നിർത്തി വായിച്ചാട്ടെ. 14-ന്റെ 1 മുതൽ. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. നിൽക്കട്ടെ, എന്താണ് ഇവിടുത്തെ പശ്ചാത്തലം? ഈ ബൈബിൾ വാക്യം അങ്ങനെ വായിച്ചാൽ പുറത്ത് കേൾക്കുന്നവർക്ക് കാര്യം പിടികിട്ടണമെന്നില്ല. അതുകൊണ്ട് അല്പം ലളിതമായി പറഞ്ഞു കൊടുക്കാം. എന്താ സംഭവം? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരെ, പൗലോസ്, ബർന്നബാസ്, കൂടെയുള്ള ദൈവദാസന്മാർ, ഒരു സംഘം ആളുകൾ ഇക്കോന്യ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ വന്നു. നെയ്യാറ്റിങ്കര വന്നു എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അമരവിളയിൽ വന്നു എന്ന് പറയുന്ന പോലെ, ഇക്കോന്യ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ അവർ വന്നു. അവർ വന്നിട്ട് അവിടെയുള്ള പാരമ്പര്യക്കാരന്റെ പള്ളിക്കകത്ത് പോയി യേശുവിനെ പ്രസംഗിച്ചു. ഇതാണ് സംഭവം. യഹൂദന്റെ പള്ളിക്കകത്ത് കയറി ഈ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഒരു കൂട്ടം ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. ഇനി അടുത്ത കൂട്ടം ആളുകൾ എന്താണ്? അടുത്ത വാക്യം വായിച്ചേ. വിശ്വസിക്കാത്ത ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. നിൽക്കട്ടെ, ഇത് അന്നുകൊണ്ട് ഇന്നുമുണ്ട്. ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കും. അവർ പറയും, ഏതായാലും നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞത്, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. വേറെ ചില ആളുകളുണ്ട്, അവർക്കിത് ഇഷ്ടമില്ല. അവർക്ക് നേരിട്ട് വന്ന് എതിർക്കാനും പറ്റാത്തതുകൊണ്ട് കൂട്ടത്തിൽ വേറെ കുറച്ച് ആളുകളെയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ദൈവദാസന്മാർക്കെതിരെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് നാളെയുണ്ട്, എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ കുറച്ച് ആളുകൾ ഇവരെ കൂട്ടുപിടിച്ചുകൊണ്ട് യഹൂദന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ നേരെ വഷളാക്കി എന്നാണ് വായിച്ചത്. അപ്പൊ ഈ ദൈവദാസന്മാർ എന്നാ ചെയ്തു എന്നൊന്ന് കേട്ടെ. എന്നാൽ അവർ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ഈ ദൈവദാസന്മാരുടെ ഗുണം, അഥവാ പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാരുടെ ഗുണം, അങ്ങനെ ആരെങ്കിലും വിളച്ചിലെടുത്താൽ ഓടിപ്പോകുന്ന പരിപാടിയൊന്നുമില്ല. വളരെ കാലം അവിടെ പാർത്ത് അവർ പ്രാഗൽഭ്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. അതാണ് പരിശുദ്ധാത്മാവ് അകത്തുള്ള അപ്പോസ്തലന്മാരുടെ ലക്ഷണം. അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് ഉടനെ ഇട്ടേച്ചു പോകുന്നവരല്ല ദൈവദാസന്മാര്. പ്രാഗൽഭ്യത്തോടെ ദൈവവചനം പ്രസംഗിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ദൈവദാസൻ. അല്ലാതെ ഈ നാട്ടിൽ ചില ചെറുക്കന്മാർ പിള്ളേർ വിചാരിക്കുന്നത് ഏതെങ്കിലും ഉപദേശി കേട്ട് 2 തല്ലു കൊടുത്താൽ ഈ പരിപാടി തീരുമെന്നാണ് വിചാരിക്കുന്നത്. എടാ, ഉപദേശിയെ തല്ലി ഉപദേശി ആശുപത്രിയിലാകും, അടുത്ത ഉപദേശി വരും. ഇപ്പൊ ഉപദേശിമാരെ തട്ടിയിട്ട് ജീവിക്കാൻ വയ്യ. മുട്ട വിരിഞ്ഞിറങ്ങുന്ന പോലെ ബൈബിൾ കോളേജിൽ നിന്ന് പിള്ളേർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നീ എത്ര എണ്ണത്തെ തല്ലും? അതുകൊണ്ട് മനസ്സിലാക്കിക്കോ, ഇതൊന്നും ഇവിടെ ഒരു മാറ്റർ അല്ലെന്നാ പറഞ്ഞത്. അവർ പ്രാഗൽഭ്യത്തോടെ അവിടെ വളരെ കാലം പാർത്ത് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത വാക്ക് വായിച്ചോ. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന് അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അടുത്തത്. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ചു. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. ആ പട്ടണത്തിൽ 2 കൂട്ടം ആളുകൾ തിരിഞ്ഞു. ഒരു കൂട്ടം ആളുകൾ ദൈവദാസന്മാരുടെ കൂടെയും ഒരു കൂട്ടം ആളുകൾ യഹൂദന്മാരുടെ കൂടെയും തിരിഞ്ഞു. എന്നിട്ടോ അവരെ അപമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോട് കൂടി ഒരു അക്രമം ഭാവിച്ചപ്പോൾ. നിൽക്കട്ടെ, അക്രമം ഭാവിക്കാൻ തുടങ്ങി. അപ്പം പറഞ്ഞിട്ടൊന്നും രക്ഷയില്ല. അപ്പൊ എന്ത് ചെയ്തു? ഒരക്രമം ഭാവിപ്പാൻ 2 പക്ഷമായി തിരിഞ്ഞു. അങ്ങനെയും ചില സംഭവങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചിലപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും. ഞാൻ പെരിങ്ങമല, തിരുവനന്തപുരം പാലോടിനടുത്ത് പെരിങ്ങമലയിൽ ഞാൻ ഇങ്ങനെ ജംഗ്ഷനിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു കുടിയൻ ചേട്ടൻ നിന്ന് നൃത്തം ചെയ്യുന്നതും ഇങ്ങനെ പള്ളു വിളിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പം അതിങ്ങനെ വൈറലായി, ഫേസ്ബുക്കിലൊക്കെ വൈറലായി പോയതാണ്. അപ്പം ആ ചെറുപ്പക്കാരൻ ഞാൻ അവിടെ ജംഗ്ഷനിൽ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ നിന്ന് ഡാൻസ് കളിക്കുകയും കോക്കറി കാണിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല, പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഇതേപോലെ കടത്തിണ്ണകളിൽ കുറച്ച് ചെറുക്കന്മാർ അവിടെ ഇങ്ങനെ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. പ്രസംഗമൊക്കെ തീർന്നപ്പോൾ ഈ ചേട്ടന്മാരെല്ലാം കൂടെ വന്ന് ഇവനെ അങ്ങ് ചുമന്നു പോക്കിയെടുത്ത് മതിലെ ചേർത്ത് നിർത്തി വെച്ചിട്ട് ചോദിച്ചുടാ, അവരെന്തെങ്കിലും ചീത്ത വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും ദോഷം പറഞ്ഞു, ഒരു നല്ല കാര്യമല്ലേ വിളി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ അനുസരിക്കണം.
അവിടെ കിടന്ന് ഗോട്ടി കാണിച്ചാൽ നിന്നെ പിടിച്ച് തേച്ച് കളയും ഭിത്തിയിലെന്ന് പറഞ്ഞു. നമ്മളാരും ഒന്നും പറഞ്ഞില്ല. അവിടുത്തെ ചേട്ടന്മാർ എഴുന്നേറ്റ് അവനെ ചുമന്നുകൊണ്ട് പോയെന്നാണ് ഞാൻ പറയാം. അപ്പം അങ്ങനെ ചില ആളുകളുണ്ട്. രണ്ട് ഭാഗമായി മാറി. ഒരു കൂട്ടം യഹൂദന്മാരുടെ പക്ഷത്തും ഒരു കൂട്ടം അപ്പസ്തോലന്മാരുടെ പക്ഷത്തുമായി അവരൊരു അക്രമം ഭാവിച്ചപ്പോൾ, ശ്രദ്ധിച്ചേ, ഒരക്രമത്തിന് വന്നപ്പോൾ ദേവദാസന്മാരെന്ത് ചെയ്തു? വായിച്ചേ. അവർ അത് ഗ്രഹിച്ചു. ലുസ്ത്ര, ദർബ എന്ന ലുക്കോവന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി. നിൽക്കട്ടെ, ഒരക്രമത്തിന് വന്നപ്പോൾ ദൈവദാസന്മാരുടെ പ്രത്യേകത പറയാം. ഒരക്രമത്തിന് വന്നപ്പോൾ അത്യാവശ്യം വേണം രണ്ട് വാക്ക് പറയാം. പക്ഷെ അക്രമത്തിന് വന്നപ്പോൾ പറഞ്ഞു, അക്രമിക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ഇല്ല. കാരണം ഇത് അക്രമത്തിന്റെ മാർഗമല്ല. ഈ സുവിശേഷ വേല അക്രമത്തിന്റെ മാർഗമല്ല. അത് നമ്മളെക്കാൾ നല്ല പോലെ അറിയുന്ന ആരെന്നറിയാമോ? ഈ സുവിശേഷത്തെ എതിർക്കുന്നവർക്ക്. ഞാൻ ഒരിക്കൽ ഒരു കവലയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ഈ വെഞ്ഞാറമൂടിൻ്റെ അടുത്ത കാരേറ്റ ഭാഗത്ത്. ഒരു മീശ പോലും കിളിർക്കാത്ത ഒരു നെത്തോലി ചെറുക്കൻ, അവൻ വന്ന് ഇങ്ങനെ ഞെളിഞ്ഞു പിടിച്ചു, ഇവിടെ ഒന്ന്, ഞാൻ പറഞ്ഞ സുവിശേഷത്തിൻ്റെ പ്രസംഗം, ഇവിടെ ഒന്നും വേണ്ട എടുത്തോന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട, പോയേക്കാം എന്ന് പറഞ്ഞു. നമ്മളത് പറക്കി കെട്ടി പോകാൻ തുടങ്ങിയപ്പം ഇവൻ്റെ ആ ചിരിയൊക്കെ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഇവൻ്റെ ആ ഞെളിഞ്ഞ മസിൽ കണ്ട് പേടിച്ചു നമ്മൾ പോകുന്നത്. ഇവനെ കാലെ വാരി ഭിത്തിയിലോട്ടോ ഒറ്റ അടി അടിക്കാൻ ആർജവം ഇല്ലാഞ്ഞിട്ടോ അതിന് ആംബിയർ ഇല്ലാഞ്ഞിട്ടോ നട്ടലില്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ പോന്നെ, ഈ പുസ്തകം അതിന് അനുവദിക്കാത്തതുണ്ട്. അല്ലേ കാണാം ഇവിടെ ട്രാക്ടർ കൊടുക്കുന്ന ഉപദേശിമാരെ പിടിച്ചങ്ങോട്ട് നിർത്തുക, ചില തിരിഞ്ഞറോ ഒറ്റ അലക്കലൊക്കെ ഉണ്ടല്ലോ, അവൻ ഏട്ടേന്ന് താഴെ വീഴും. പക്ഷെ ചെയ്യാത്തത് ഈ പുസ്തകം അക്രമത്തിൻ്റെ മാർഗമല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നോക്ക്, കിലോ കണക്കിന് ഇറച്ചിയുള്ള ടീമുകളായിരിക്കുന്നത്. തിരിഞ്ഞൊന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവർ അങ്ങനൊന്നും പോകാതിരിക്കട്ടെ, സ്വോത്രം. അതുകൊണ്ട് ഈ ബൈബിള് താഴെ വെപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. ചുമന്നോട്ടെ, ഉപദ്രവം ഇല്ലല്ലോ, സ്വോത്രം. അതുകൊണ്ടൊരു അക്രമം ഭാവിച്ചപ്പോൾ, ശ്രദ്ധിച്ചേ, സുവിശേഷത്തിനെതിരെ ദൈവദാസന്മാർക്കെതിരെ അക്രമം പ്രാപിച്ചപ്പോൾ അവരടുത്തുള്ള പട്ടണങ്ങളിലേക്ക് മാറിപ്പോയി, ഓടിപ്പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് കപ്പലിന്റെ കച്ചവടം നടത്തിയെന്നാണ് ഒന്ന് വായിച്ചേ. അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ ഈ സുവിശേഷകന്മാരുടെ ഒരു പ്രശ്നം, ഉലകത്ത് എവിടെ കൊണ്ടിട്ടാലും അവർ സുവിശേഷം പറയും. മനസ്സിലായോ? കൊറ്റാമ്പത്തുനിന്ന് ഓടിച്ച് നെയ്യാറ്റിങ്കര വിട്ടാൽ നെയ്യാറ്റിങ്കര ചെന്ന് യോഗം നടത്തും. നെയ്യാറ്റിങ്കര നിന്ന് ഓടിച്ചു വിട്ടാൽ കരമന ചെന്ന് യോഗം നടത്തും. കരമനയിൽ നിന്ന് ഓടിച്ചു വിട്ടാൽ തിരുവനന്തപുരം സിറ്റി ചെന്ന് യോഗം നടത്തും. ഉപദേശിമാരെ എവിടെ കൊണ്ടിട്ടാലും സുവിശേഷം പറയും. അപ്പൊ അവിടെ പോയി അവർ സുവിശേഷം അറിയിച്ചു കൊണ്ടിരുന്നു. ഇനി അടുത്ത സംഭവം കേട്ടോണം, കാതലായ ചിന്തയിലേക്ക് വരിക. അടുത്ത ചിന്ത ലുസ്ത്രയിൽ. അപ്പൊ ഈ ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ ഈ പുതുക്കുളത്തെ യോഗം എന്ന് പറയുന്ന പോലെ ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോസ്തലന്മാരെത്തി. അമ്മയുടെ ഗർഭം മുതൽ, അവിടെ ചെന്നപ്പോ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെ കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവിടെ ഒരു വൈകല്യമുള്ള വികലാംഗനായ ഒരു ചെറുപ്പക്കാരൻ ഇരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. നിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സൗഖ്യത്തിന്റെ ലക്ഷണം, അവൻ ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അതാണ് യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം. അല്ലാതെ ഇൻസ്റ്റാൾമെന്റ് പരിപാടി യേശുവിനില്ല. മനസ്സിലായോ? ഈ സുവിശേഷത്തെ ഒട്ടുമിക്ക ആളുകളും ദേഷ്യത്തോടെ കാണാൻ കാരണം ഇവിടെ കുറെ ഇൻസ്റ്റാൾമെന്റ് സൗഖ്യക്കാരിറങ്ങിയതാണ്. മനസ്സിലായോ? കർത്താവിന്റെ സൗഖ്യം എന്ന് പറഞ്ഞാൽ മുടന്തനോട് യേശുവിന്റെ നാമത്തിൽ നടക്കാൻ പറഞ്ഞാൽ അവൻ ചാടി എഴുന്നേറ്റ് നടക്കുക. അല്ലാതെ സൗഖ്യം നടന്നിട്ടുണ്ട് കേട്ടോ, വിശ്വസിച്ചോ, ഇനി ഗ്രാജുവലി അങ്ങ് നടന്നോളും, അങ്ങനെ പറയുന്ന പരിപാടി യേശുവിന് ഇല്ല. നാളൊരു ചേച്ചി പറഞ്ഞു, ഞാൻ എൻ്റെ വയറ്റിൽ 16 മുഴയുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമായിരുന്നു 16. അപ്പോഴാണ് ടി വിയിൽ ബ്രദറിൻ്റെ പ്രോഗ്രാം കണ്ടത്. അപ്പോൾ ബ്രദറിൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ 8 മുഴ അങ്ങ് പോയി. അപ്പം വിചാരിച്ചു എന്നാൽ ബ്രദറിൻ്റെ അടുത്തൊന്ന് പോകണമെന്ന്. അടുത്ത ആഴ്ച ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പോയപ്പോൾ ബാക്കി 8 അവിടെ വെച്ച് പോയി. ഇൻസ്റ്റാൾമെൻറ്റ്. ഇങ്ങനെ കുറേ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത പെണ്ണുങ്ങളും ഇൻസ്റ്റാൾമെൻറ്റ് സൗഖ്യം നടത്തുന്ന കുറേ സൗഖ്യദായകന്മാരുമാണ് സുവിശേഷത്തിൻ്റെ മുഖം ദേശത്തിൻ്റെ മുമ്പിൽ ഇത്രയും വഷളാക്കിയത്. യേശു കഷണ്ടിയിൽ മുടികിളിർപ്പിക്കുന്നു, യേശു പല്ലിൻ്റെ പോടടയ്ക്കുന്നു. പിന്നെ യേശുവിന് പല്ലിൻ്റെ പോടടപ്പാ പണി. ഈ തങ്കും താരും ഈ നാശകോടാലികളെല്ലാം വന്ന് പിന്നെ സുവിശേഷത്തിൻ്റെ മുഖം നശിപ്പിച്ചു.
അതിനാ നിങ്ങൾ മിണ്ടാത്തത്? അബദ്ധം പറ്റി വിളിച്ചാണ് ഇനി മേലെ വിളിക്കരുത്. ഉള്ളതേ പറയത്തുള്ളൂ. ഈ നമ്മളെല്ലാം മിടുക്കന്മാരും ബാക്കിയുള്ളൊരു മോശക്കാരാന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. നല്ല കള്ളന്മാർ ഇതിനകത്തുണ്ട്, അതും പറയണം. പറയണ്ടേ? വേണം. പിന്നെ ബാക്കിയുള്ളൊരു മോശക്കാരും നമ്മൾ മിടുക്കന്മാരാണ്ടോ ഇങ്ങോട്ട് വന്നതെന്ന് വല്ല തോന്നലുണ്ടോ? ഒന്നുമില്ല. ഇങ്ങോട്ട് വന്നത് ദൈവത്തിൻ്റെ കൃപയാൽ വന്നു. അല്ലാതെ ബാക്കിയുള്ളവർ ഇവിടെ എത്രയോ നല്ല മനുഷ്യരുണ്ടെന്നറിയാമോ? പട്ടിണി കിടക്കുന്ന മനുഷ്യനെ വിളിച്ച് അകത്തുകൊണ്ട് ആഹാരം കൊടുക്കുന്ന നല്ല മനുഷ്യനുണ്ട്. നമ്മുടെയൊക്കെ ഗേറ്റിനടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കള്ളന്മാർ. മനസ്സിലായോ? അതുകൊണ്ട് നല്ലതും തീയതിൻ്റെയും കഥയല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. യേശു കർത്താവ് സൗഖ്യമാക്കുമെന്ന് ചോദിച്ചാൽ സൗഖ്യത്തിൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ പലരും. പക്ഷേ ആ സൗഖ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മാജിക്കല്ല അല്ലേ? ഇവിടുത്തെ ഈ നെയ്യാറ്റിങ്കര കരമന് അല്ല അമരവിളയൊക്കെ നല്ലപോലെ പറ്റിച്ചെടുത്തനാ സജിത്ത് അല്ലേ? ആംബുലൻസ് കൊണ്ടുവന്ന് സൗഖ്യം എന്ന് പറയാം. അവൻ കുറേ ആളുകളെ കെട്ടി വെച്ചിട്ടു. അത് അത്ര ഉപദേശിമാരുടെ പണം പോയെന്ന് എനിക്ക് സന്തോഷമാണ്. കാരണം അന്നൊക്കെ ഞാൻ ഇവിടുത്തെ മുഖ്യ സ്റ്റേജിലും പേര് പറഞ്ഞു സാമ്പാഷനൊക്കെ അറിയാം. അന്ന് ഇവിടുത്തെ ഉപദേശിമാരൊക്കെ പുള്ളി കുറ്റം പറയുന്ന നമ്മളോടായിരുന്നു എതിർപ്പ്. ഇപ്പം പറയാം പക്ഷേ ലവൻ പോയി പോട്ടെ, നിന്റെ പൈസയും പോയില്ലേ പോട്ടെ. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, സുവിശേഷത്തിന് ഒറ്റ മുഖമേ ഉള്ളൂ. അത് ഇൻസ്റ്റാൾമെന്റ് സൗഖ്യമൊന്നുമല്ല. കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമായാൽ അത് സാക്ഷാൽ സൗഖ്യമാണ്. എൻ്റെ സഹോദരി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് ട്രോളിയിൽ കിടത്തി ഉരുട്ടി അകത്തേക്ക് കൊണ്ടുപോയ എൻ്റെ സഹോദരി മിനിറ്റുകൾക്കകം സൗഖ്യം പ്രാപിച്ച് പുറത്തു വന്ന കാഴ്ച എൻ്റെ കണ്ണാലെ കണ്ടിട്ട് വേദപുസ്തകം എടുത്ത മനുഷ്യനാണ് ഞാൻ. ഞാൻ സൗഖ്യമില്ലെന്ന് പറയുമോ? സൗഖ്യമാക്കാൻ ദൈവത്തിന് കഴിയും, ദൈവത്തിനെ കഴിയൂ. പക്ഷെ അത് ഈ കാണിക്കുന്ന പൊട്ടത്തരങ്ങളല്ലെന്നാണ് പറഞ്ഞത്. അവൻ ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അതാണ് കർത്താവിൻ്റെ സൗഖ്യം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അങ്ങനെ ഒരു മനുഷ്യൻ വൈകല്യമുള്ളവൻ ചാടി എഴുന്നേറ്റ് നടക്കുന്നത് അവിടുത്തെ ദേശവാസികളായ ആളുകൾ കണ്ടപ്പോൾ എന്തു സംഭവിച്ചു? വായിച്ചേ. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട് അവിടെയുള്ള ആളുകളല്ല ഇത് കണ്ടിട്ട് ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോവന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. അവരുടെ ഭാഷയിൽ നാട്ടുകാരെല്ലാം കൂടെ വിളിച്ചു കൂവി, എടേ ഓടി വാട, ഗോപാല നാരായണ, വലിയൊരു ഓടി വാട. എന്തടേ ദേവന്മാരും മനുഷ്യന്മാരുടെ രൂപത്തിൽ നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുന്നു, മുടന്തനൊക്കെ സൗഖ്യമാവുന്നു, വാടാ 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 എന്ന് പറഞ്ഞ് എല്ലാവരും ഓടിക്കൂടി. എന്തിനാ ഓടിക്കൂടിയെന്നറിയാമോ? ഈ ദൈവദാസന്മാരെ പിടിച്ച ആൾ ദൈവങ്ങളാക്കാൻ. അപ്പൊ ഞാൻ ഓർത്തു ഈ മനുഷ്യന്മാരെ പിടിച്ച ആൾ ദൈവങ്ങളാക്കുന്ന പരിപാടി ഈ കരുനാപ്പള്ളിയിൽ അമ്മച്ചിയും കണ്ട് തുടങ്ങിയതാണെന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ അങ്ങനല്ല. വർഷങ്ങൾക്ക് മുമ്പേ ഈ പരിപാടി ഉണ്ട്. അവരെല്ലാം കൂടെ കൂടി എന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്ന് വായിച്ചേ. ബർന്നബാസിന് ഇന്ദ്രനെന്നും ബർന്നബാസിന് ഇന്ദ്രനെന്നും പൗലോസ് മുഖ്യ പ്രസംഗിയാകയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. രണ്ട് പേരും അങ്ങിട്ടു. ഇങ്ങേര് ഇന്ദ്രൻ, ഇങ്ങേര് ബുധൻ. അങ്ങനെ പേര് ആൾ ദൈവങ്ങളാക്കാൻ പോവാ ഇവരെ. എന്നിട്ട് എന്ത് ചെയ്തു? പട്ടണത്തിന് മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്നു പുരുഷാരത്തോടു കൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. കണ്ടോ? പൂമാലകളൊക്കെ കൊണ്ടുവന്ന് ഇവരെ കഴുത്തേലോട്ടിട്ട് സ്വീകരിക്കാൻ ഓടി വന്നപ്പോൾ ഇന്ന് രാത്രി പെന്തക്കോസ്തുകാരോട് ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാർ അതിനെ തടുത്തു. മനസ്സിലായോ? എന്താ ഈ കാണിക്കണമെന്ന് ചോദിച്ചു. തടുത്തു. പൂമാല ഇടാൻ വന്നപ്പോൾ ഇന്നത്തെ ന്യൂ ജനറേഷൻ പ്രസംഗകരായിരുന്നെങ്കിലോ പൂമാല ഇടാം. നിനക്ക് ഒരു മിനിറ്റ്, ഇടൽ ഇനി ഇട്ടോ. എന്നിട്ട് അടുത്ത ദിവസം പോസ്റ്റ്, ഗുജറാത്തിൽ ഞങ്ങളെ സ്വീകരിച്ച വിധം പൂമാല. ഇതിനൊക്കെ കൈയടിക്കുന്നവരല്ലേ നമ്മളെ? ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോ? പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാർ അവരെ തടുത്തു. ആമേൻ. ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക് ഭൂമിയിൽ ആൾ ദൈവങ്ങളുടെ സ്ഥാനമൊന്നുമില്ല. സുവിശേഷ വേല ചെയ്യുന്ന അഭിഷിക്തന്മാർക്കെല്ലാം ദൈവസന്നിധിയിൽ ഒറ്റ വിലയേ ഉള്ളൂ. ഇവിടെ ആരും കൂടിയവരും കുറഞ്ഞവരില്ല. അങ്ങനെ ആക്കുന്നതാണ് അപകടം. വഴിയിൽ നിറയുന്ന സുവിശേഷം പറയുന്ന ട്രാക്ട് കൊടുക്കുന്ന അഭിഷിക്തനും ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന ഷമീർ കൊല്ലത്തിനും ദൈവത്തിന്റെ സന്നിധിയിൽ സുവിശേഷ വേലക്കാരൻ ദൈവ വേലക്കാരൻ എന്ന വാല്യുള്ളൂ. അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മളങ്ങനെയാണോ? ഒരു പാവപ്പെട്ട ഉപദേശി വന്നാൽ ഇങ്ങോട്ട് കയറി വന്ന് സ്തോത്രം ഉണ്ടല്ല അങ്ങോട്ട്
പിന്നെ നമ്മുടെ സെൻറ്ററിൻ്റെ റവയും മൈദായും ഒക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ദൈവത്തെ കണ്ട പോലെ എല്ലാവരും അങ്ങ് ഇതൊക്കെ അവസാനിപ്പിക്കണം. ഇവിടുത്തെ പാവപ്പെട്ട അഭിഷിക്തന്മാർക്ക് കിട്ടാത്ത നീതിയും ബഹുമാനവും ഒന്നും ഇവിടെ ഒരുത്തനും വേണ്ട. കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്കെല്ലാം ദൈവസന്നിധിയിൽ ഒറ്റ വാല്യുള്ളൂ. പരിശുദ്ധാത്മാവ് അകത്തുള്ള പൗലോസും ബർന്നബാസും അഭിഷിക്തന്മാരും അവരെ തടുത്തുകൊണ്ട് പറഞ്ഞു, നിർത്ത്, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള വെറും മനുഷ്യരാണെന്ന്. ഉണ്ടോ? ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യനാ. അതുകൊണ്ട് നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ടിട്ട് ഇന്ന് രാത്രി ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. അതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സുവിശേഷം. ചോദിക്കാം, പൗലോസേ, വ്യർത്ഥമായ കാര്യങ്ങൾ വിടണമെന്ന് ഈ മനുഷ്യന്മാരോട് അങ്ങ് പറഞ്ഞല്ലോ, എന്താണ് ഈ മനുഷ്യർ വിട്ടുകളയേണ്ടെന്ന വ്യർത്ഥമായ കാര്യം എന്നുകൂടി ഒന്ന് പറഞ്ഞു തരാമോ? പൗലോസ് ശ്ലീഹ പറഞ്ഞു, റോമാലേഖനം 1-ാം അധ്യായം 21, 22, 23 വാക്യങ്ങളിൽ മനുഷ്യന്മാർ വിട്ടുകളയേണ്ടുന്ന വ്യർത്ഥമായ കാര്യങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വായിക്കാം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ഇപ്പൊ മനുഷ്യൻ വ്യർത്ഥമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പൗലോസ് വ്യക്തമായി പറയുന്നു. ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം മനുഷ്യന്മാർ, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സകലത്തെ ഉണ്ടാക്കിയ പടച്ചവൻ, സൃഷ്ടാവ്, ഈശ്വരൻ, ദൈവം എന്ന് പറയുന്നൊരു മഹാദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്ന് അവന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായത് ചെയ്യാൻ തുടങ്ങിയെന്നാണ് വായിക്കുന്നത്. എന്താണ് വ്യർത്ഥമായി ചെയ്യുന്നത്? അടുത്ത വാക്യം, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. മനുഷ്യരുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഇരുട്ട് പ്രവേശിച്ചു എന്ന് തിരുവചനം പറയുന്നു. എന്താണ് ആ ഇരുട്ട്? അല്പം കഴിഞ്ഞു പറയാം, ഓർമ്മയിലിരിക്കട്ടെ. മനുഷ്യന്റെ ഹൃദയക്കൂടിന്റെ അകത്ത് ഒരു ഇരുട്ട് പ്രവേശിച്ചു. ഈ ഇരുട്ടകത്ത് കയറിയപ്പോൾ മനുഷ്യന്മാർ എന്ത് ചെയ്തു എന്ന് കേൾക്കണം. വായിക്ക്. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. ഇരുട്ടകത്ത് കയറിയപ്പോൾ മനുഷ്യനൊരു ചിന്ത, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട. മനുഷ്യന്റെ ചിന്തയാ. ഈ പാപത്തിന്റെ ഇരുട്ടകത്തിരിക്കുക. മനുഷ്യന്റെ ചിന്ത, എനിക്കെല്ലാം അറിയാം, ഇതിന്റെ അപ്പുറത്ത് പോയി പഠിച്ച ആളാണ് ഞാൻ, എന്നെ ആരും പഠിപ്പിക്കണ്ട. മനുഷ്യന്റെ ചിന്തയാ. ഞാനൊരിക്കൽ പാലോട് ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. സംഘാടകർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ഒരു ബന്ധു ഇവിടെ അടുത്ത് താമസമുണ്ട്. കത്തോലിക്ക ഭക്തനാണ് പുള്ളി, കത്തോലിക്ക പള്ളി ഭക്തനാ. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അദ്ദേഹത്തോട് ഒരല്പം സുവിശേഷം ഒന്ന് പങ്കുവെക്കണം. പിന്നെന്താ, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിലോട്ട് ചെന്നു. അവിടുത്തെ അച്ചായൻ ഇങ്ങനെ ചാരി കസേര കിടപ്പുണ്ട്. എന്നെ കണ്ടു, എഴുന്നേറ്റ്. ഉപദേശിയോ? ഇരുന്നാട്ടെ, എടി ചായ ഇടറി എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സ്നേഹം. അങ്ങനെ ഞാൻ അച്ചായനോട് സുവിശേഷം പറയാം. അച്ഛാ, കാര്യം ഇതൊക്കെയാണെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞ് സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ ഈ അച്ചായൻ എന്നോട് ചോദിക്കുകയാണ്, മോൻ എത്ര വർഷമായി ഈ മേഖലയിലോട്ട് ഇങ്ങോട്ട് വന്നിട്ട്? ഞാൻ പറഞ്ഞു, ഒരു 8-10 വർഷമായച്ചാ അന്ന്. ഇപ്പം 20 വർഷമായി. ഒരു 8-10 വർഷമായി എന്ന് പറഞ്ഞു. ഉടനെ ഈ അച്ചായൻ ഒന്ന് കുലുങ്ങി ചിരിച്ചിട്ട് പറയാം, അത്രയല്ലേ ഉള്ളൂ, എനിക്ക് വയസ്സ് 54 മോനെ. ഞാൻ പറഞ്ഞു, മനസ്സിലായില്ല. 54 വർഷമായി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന എൻ്റെ അടുത്താണോ ഇന്നലെ ഇങ്ങോട്ട് വന്ന മോൻ യേശുവിനെ കുറിച്ച് പറയാൻ വന്നേന്ന്? ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? എനിക്കെല്ലാം അറിയാം, ഞാൻ 54 വർഷമായിട്ട് ക്രിസ്ത്യാനി അല്ലയോ, മോൻ എന്നെ പഠിപ്പിക്കണ്ടെന്നാണ് അച്ചായൻ്റെ ഭാവം. ജ്ഞാനി എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഞാൻ പറഞ്ഞു, ശരി അച്ഛാ, എന്നാ ദൈവം അനുഗ്രഹിക്കട്ടെ, ഞാൻ അങ്ങ് പോയേക്കുവാ. പിന്നെ ഒരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥന എല്ലാവർക്കും വേണം. പ്രാർത്ഥിച്ചോട്ടെ എന്ന്. അങ്ങനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ചുമ്മാ കൗതുകത്തിന് ഞാനൊന്ന് ചോദിച്ചു, ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ എന്ന്. എന്നാ മോനെ? ഞാൻ പറഞ്ഞു, അല്ല, ഈ യേശുവിൻ്റെ പേരെന്താ? സൺഡേ ക്ലാസ്സിലെ പിള്ളേരോട് ചോദിച്ചാൽ അവർ പറയുന്ന കാര്യമാണ് നമുക്കറിയാം. എന്നാലും 54 വർഷത്തെ ക്രിസ്ത്യാനി അല്ലയോ എന്ന് വിചാരിച്ച് ചുമ്മാ ഒന്ന് ചോദിച്ചു, യേശുവിൻ്റെ പേരെന്നാച്ചാന്ന്. പുള്ളി എന്നോട് പറഞ്ഞ മറുപടി, പുള്ളി പറഞ്ഞ ഭാഷയിൽ തന്നെ ഞാനൊന്ന് പറയാം. പുള്ളി എന്നോട് പറയുകയാണ്, യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. യേശുവിൻ്റെ പേര് യേശു, ഇപ്പം വേറെന്തൊരു പേരിരിക്കണം യേശുവിന്? വേറെന്തെങ്കിലും പേരുണ്ടോ യേശു? പുള്ളി പറയാണ്. 54 വർഷം ക്രിസ്ത്യാനി. ചിലർ കണ്ണും തള്ളിയിരിക്കുക, യേശുവിന് വേറെ പേരുണ്ടോ? പ്രവാചകൻ വിളിച്ചു പറയുന്നു, കന്യക ഗർഭിണിയായി
ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരു വിളിക്കപ്പെടും. 54 വർഷത്തെ ക്രിസ്ത്യാനിക്ക് അറിയല യേശുവിൻ്റെ പേരെന്താന്ന്. മനസ്സിലായോ? എന്നാൽ എനിക്കെല്ലാം അറിയാമെന്നാണ് ഭാവം. ഇങ്ങനെയുള്ള കുറേ നാട്ടുകാർ നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നെ ആരും പഠിപ്പിക്കേണ്ട, എനിക്കെല്ലാം അറിയാമെന്നുള്ള ചിന്തയാണ്. എന്തിനാ? ഞാനൊരു ചെറിയ ഒരു ഉദാഹരണം നാട്ടുഭാഷ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇവിടെ അടുത്ത് ഒരച്ചായന് ക്യാൻസർ വന്നെന്നിരിക്കട്ടെ. ക്യാൻസർ അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ, ദൈവം സൂക്ഷിക്കട്ടെ. ഉദാഹരണത്തിന് വേണ്ടി പറയുക, ഒരു ക്യാൻസർ വന്നെന്നിരിക്കട്ടെ. ചാക്കോച്ചന് ക്യാൻസർ വന്നു. നമ്മുടെ ഒരു ചർച്ചിലെ ഒരു സഹോദരി അങ്ങോട്ട് ചെന്നിച്ച് പറയും, ചാക്കോച്ച ക്യാൻസർ ആണെന്നൊക്കെ കേട്ടല്ലോ. ആ നടി സൂസമ്മ അറിയാൻ ഇച്ചിരി വൈകി പോയടി. അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? അപ്പുറത്ത് ഒരു സഭയുള്ള അറിയാവോ? സഭയോ? ഏത് സഭ? അല്ല പ്രാർത്ഥന നടക്കുന്ന വെന്തിക്കോസ്. ബെന്തിക്കോസ്. അവിടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. അച്ചായൻ ഒന്ന് അങ്ങോട്ട് പോയെങ്കിൽ കർത്താവ് സൗഖ്യമാക്കിയാലോ എന്ന് ഉടനെ അച്ചായൻ എവിടെ? ബെന്തിക്കോസുകാരുടെ കൂടെ. എൻ്റെ കുടുംബം ഏതാന്ന് നിനക്കറിയാവോ? കുടുംബ കല്ലറ ഏതാണെന്നറിയാമോ? എത്ര അച്ഛന്മാരുള്ള കുടുംബം ഏതെന്നറിയാമോ? ബെന്തിക്കോസുകാരുടെ തുള്ളാനെ ഞാനേ അതിനേക്കാളും നല്ലത് ക്യാൻസർ വന്ന് മരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നാ എന്തായാലും ആട്ടെന്നും പറഞ്ഞ് സഹോദരി അങ്ങ് പോയി. അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ചാക്കോച്ച എന്നാടാ, വയനാട്ടിലൊരു കേളു വൈദ്യൻ ഉണ്ടെന്നറിഞ്ഞു. പുള്ളി എല്ലാ രോഗവും മാറ്റുമെന്നാ കേൾക്കണേ, ഒന്ന് പോയാലോ? പിന്നെ എടുക്കടാ വണ്ടി, വിടറാ വയനാട്ടിലോട്ട്. വയനാട്ടിൽ വിട്ടു. കേളു വൈദ്യൻ നോക്കി വെച്ച് പറഞ്ഞു, സാറേ ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല, ഇച്ചിരി വഷളാണ്, അതുകൊണ്ട് കർണാടകയിലോട്ട് അങ്ങ് വിട്ടോ, അവിടെ ക്യാൻസറിൻ്റെ മരുന്നുണ്ടെന്ന് പിള്ളേർ ഫേസ്ബുക്കിലൊക്കെ പറയുന്ന കേട്ടായിരുന്നു, വിട്ടോളാൻ പറഞ്ഞു. എന്നാ വയനാട്ടിൽ നിന്ന് വിടറാ വണ്ടി, മൈസൂർ വഴി കർണാടകയിൽ ചെന്നു. അവിടെ ചെന്ന പുള്ളി പറഞ്ഞു, ഇത് ഇച്ചിരി കൂടിപ്പോയല്ലോ, ഒരു കാര്യം ചെയ്യും, ഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരെ ചികിത്സിക്കുന്ന പ്രത്യേക വിങ് ഉണ്ട് ക്യാൻസറിൻ്റെ ഒക്കെ, അപ്പം അങ്ങോട്ട് വിട്ടോളാൻ പറഞ്ഞു. എന്നാൽ അടുത്ത ഫ്ലൈറ്റ് എടുക്കടാ, വണ്ടി അവിടെ ഒതുക്കുക. ഫ്ലൈറ്റ് എടുത്തു വിടറാ, ഡൽഹിക്ക് വിട്ടു. ഡൽഹി ചെന്ന് അവർ നോക്കി വെച്ച് പറഞ്ഞു, ഇച്ചിരി കടന്നു പോയി മലേഷ്യക്ക് വിടാൻ പറഞ്ഞു. പുള്ളി നേരെ അടുത്ത ഫ്ലൈറ്റ് എടുത്ത് മലേഷ്യ വിട്ടു. മലേഷ്യ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ ലോകത്തിൽ എവിടെ കൊണ്ടുപോയാലും ഒന്നും ചെയ്യാനില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മലേഷ്യ എന്ന് പുള്ളി വാലും ചുരുട്ടി തിരിച്ച് പുതുക്കുളത്ത് വന്നു. അപ്പോഴാണ് അമ്മാമ്മ അങ്ങോട്ട് ചെന്നേച്ച് പറഞ്ഞു, ചാക്കോച്ച ആ ഉപവാസ പ്രാർത്ഥന ഇനി 3 ദിവസവും കൂടെ ഉള്ളൂ, ഒന്ന് അങ്ങോട്ട് പോന്നോ? എന്നാ പിന്നെ ഒന്ന് അങ്ങോട്ട് പോവാടി. ഇതല്ലേ മനുഷ്യൻ? ആരോഗ്യത്തോടിരിക്കുമ്പോൾ ഇവൻ്റെ പുറകെ നടന്ന് തമ്പുരാൻ വിളിച്ചാലും വരൂല. അവസാനം കണ്ണും കരളും കിഡ്നിയും അടിച്ചു പോയി ICU കിടക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ ഉപദേശിമാരെ തപ്പി നടക്കുന്നത്. എടാ, ആരോഗ്യത്തോടിരിക്കുമ്പോൾ നിന്റെ പുറകെ നടന്ന് വിളിക്കുമല്ലേ, നിനക്ക് വന്നുകൂടെ? നീ എന്തിനാ ഇതൊക്കെ അടിച്ചു പോകാൻ കാത്തു നിൽക്കണേ? അതുകൊണ്ട് കേട്ടെ, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കണ്ട എന്നുള്ള ചിന്തയിൽ മനുഷ്യനായി. എന്നിട്ട് അവൻ എന്തു ചെയ്തു? അടുത്ത വാക്യം വായിച്ചേ. എന്താ ചെയ്തേ? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, അക്ഷയനായ പടച്ചവന്റെ സൃഷ്ടാവിന്റെ ഈശ്വരന്റെ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. സർവശക്തനായ ഒരു സൃഷ്ടാവുണ്ട്, പടച്ചവനുണ്ട്, ഈശ്വരനുണ്ട്, ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ സൃഷ്ടിക്ക് കൊടുക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായോ? സൃഷ്ടാവിനെ അറിയണം. ചിലർ പറയുന്നത് ദൈവം ഇല്ലെന്ന്. ദൈവമില്ല എന്ന് പറയുന്നവൻ, ഇപ്പൊ ചില പിള്ളേരൊക്കെ കണ്ടിട്ടില്ലേ, അവർ പറയുന്നത് ഡിങ്കനാണ് ദൈവം. ദൈവമില്ല എന്നൊക്കെയാ പറയുന്നത്. ദൈവമില്ലെന്ന് പറയുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നേരെ നിന്ന് നോക്കേ, അപ്പോൾ അറിയാം ദൈവം ഉണ്ടോ ഇല്ലയോ. അതെന്നാ കണ്ണാടിയുടെ മുമ്പിൽ ചെന്നാൽ? ദാവീദ് പറഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ അകത്തുണ്ട് ദൈവത്തിന്റെ കരവിരുത് ഇല്ലേ? ഈ തലയിലിരിക്കുന്ന കറുത്ത സാധനം എന്താ പേര്? മുടി. താടിയായി വളർന്നിറങ്ങുന്ന എന്നാ? പ്ലാസ്റ്റിക്കോ? മുടി. മീശയായി വരുന്ന എന്നാ? മുടി. പുരികമായിട്ട് വരുന്ന എന്നാ? മുടി. കണ്ണിന്റെ പീലിയോ? മുടി. ഇതെല്ലാത്തിൻ്റെ പേര് മുടിയുന്ന. പക്ഷേ സൃഷ്ടിപ്പിൽ തമ്പുരാൻ ഒരു നിയമം വെച്ചു. തലമുടിയോടും താടിയോടും ഒക്കെ വളർന്നിറങ്ങിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ കൺപീലിയോട് പറഞ്ഞു, പരിധി വിട്ട് വളരരുത്. ആര് വെച്ച നിയമം?
സൃഷ്ടാവ് വെച്ച നിയമം. ഒന്ന് ചിന്തിച്ചു നോക്കേ, നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ തലമുടിയും താടിയൊക്കെ വളർന്നിറങ്ങുന്ന പോലെ കണ്ണിൻ്റെ വീലിയും വളർന്നങ്ങിറങ്ങിയെങ്കിലോ? ചുരുട്ടി പിടിക്കാൻ ഒരു കൈ, ആരാടി അവിടെ പ്രസംഗിക്കുന്നു? ഷട്ടർ പൊക്കി പിടിക്കുന്നു. അങ്ങനെയുള്ള ഗതികേടൊന്നും ഉണ്ടായില്ലല്ലോ. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് വേണ്ട. ഈ നെയ്യാറ്റിൻകര കരമന റോഡ് നോക്ക്, 6 വരിപ്പാതയായി വികസിപ്പിച്ച് വിശാലമാക്കിയിട്ടിരിക്കുന്ന ഈ ഹൈവേയിൽ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്താൽ കാണാം, ഇത്ര വിശാലമായിട്ട് പോലും എത്ര വണ്ടിയാണ് അവിടെ കൂട്ടിമുട്ടി അവിടെ ഇവിടങ്ങളിൽ കിടക്കുന്നല്ലേ. എന്നാൽ ആകാശത്തിലേക്ക് കണ്ണുയർത്തി നോക്ക്, ഈ സൗരയൂഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുന്ന ഒറ്റ ഗ്രഹത്തിന് ഡ്രൈവർ ഉണ്ടോ? ഉണ്ടോ? ഡെയിലി 2 വെച്ച് ഇടിച്ചോണ്ടിരിക്കുവാണോ? ഉറക്കം തൂങ്ങി ഇടിക്കുന്നോ? ഇല്ല. അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു സർവശക്തനുണ്ട്. അവനാണ് സൃഷ്ടിതാവ്. ഇന്ന് രാത്രി സൃഷ്ടാവിനെ അറിഞ്ഞിട്ടും, സൃഷ്ടിച്ചൊരു ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ടും, ആ സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം സൃഷ്ടാവിന് കൊടുക്കാതെ മനുഷ്യൻ സൃഷ്ടിക്ക് കൊടുക്കാൻ തുടങ്ങി. ആർക്ക്? വായിച്ചു കേട്ടില്ലേ? ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയ്ക്ക് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ തുടങ്ങി മനുഷ്യൻ. മനുഷ്യനെ തന്നെ പിടിച്ച് ആൾ ദൈവങ്ങളാക്കി ഇല്ലേ? ഇന്ന് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ആൾ ദൈവങ്ങൾക്ക് വല്ല കുറവുണ്ടോ? കഴിഞ്ഞ 2 മാസം മുമ്പ് പത്രത്തിൽ കണ്ട ഒരാൾ ദൈവത്തിന് പനിയാണ്, പ്രാർത്ഥിക്കണമെന്ന്. ആമേൻ. ആൾ ദൈവങ്ങൾക്ക് വല്ല കുറവുണ്ടോ? മനുഷ്യൻ. പിന്നെന്താ? നാൽക്കാലി. പിന്നെന്താ? ഇടജാതി. പിന്നെന്താ? പക്ഷി. പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി 4നെയും കൂടെ ഒന്നിച്ച് ഒരു കൂട്ടിലാക്കി ജംഗ്ഷനിൽ നിർത്തി മഹത്വം കൊടുക്കുക. നാൽക്കാലി, കുതിര, മനുഷ്യൻ അതിൻ്റെ പുറത്ത്, ഇടജാതി അതിൻ്റെ കീഴെ. അപ്പം നിങ്ങൾ ചോദിക്കും പക്ഷി എന്ത് ചെയ്യുന്നു? വീട്ടിൽ ചെന്നാൽ ഫോട്ടോയിൽ സൂക്ഷിച്ചൊന്ന് നോക്കണം, ആ ഇടജാതിക്ക് 2 ചിറക് വരച്ച് വെച്ചിട്ടുണ്ട്. 4നെയും കൂടെ ഒന്നിച്ച് ഒരു കൂട്ടിലാക്കി ജംഗ്ഷനിൽ നിർത്തി മഹത്വം കൊടുക്കുക. സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം. വായിച്ച വചനം അക്ഷരം പ്രതി മനുഷ്യൻ വ്യർത്ഥമായത് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി. ചിലർക്ക് ഇടജാതി, ചിലർക്കെന്താ? ചിലർക്ക് ദൈവമല്ലേ. പക്ഷെ ദൈവം ഭക്തയെ കാണാൻ വീട്ടിൽ വന്ന വാവാ സുരേഷിന്, ദൈവം ഭക്തയെ കാണാൻ വീട്ടിൽ വന്നാൽ വാവാ സുരേഷിനെ വിളിക്കുമെന്ന് ഇല്ലേ? അതാ പറഞ്ഞു. 4 വർഷം എന്നെ കാണാൻ വന്ന രമണിക്ക് ഇപ്രാവശ്യം എന്തോ പറ്റിയെന്നറിയാം. സ്നേഹം കൊണ്ട് വന്ന, ദൈവം സ്നേഹവാനല്ലേ, സ്നേഹം കൊണ്ട് വന്നതാ. എന്നാ വേണ്ടാത്ത? ഈടോ ഇതൊക്കെ മനസ്സിലാക്കാൻ ഡിഗ്രി വേണോടോ, തലയ്ക്കകത്ത് ആളുണ്ടായ പോരെ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് സർവശക്തനായ ഒരു സൃഷ്ടാവുണ്ട്, പടച്ചവനുണ്ട്, ഈശ്വരനുണ്ട്, ദൈവമുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ വാക്കിനാൽ ഉളവാക്കിയ മഹാദൈവം. ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, സൃഷ്ടാവിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ സൃഷ്ടികൾക്ക് പങ്കുവെക്കുന്നു. പൗലോസ് പറയുന്നു, ഈ വ്യർത്ഥ കാര്യങ്ങളെ നിങ്ങൾ വിട്. ഇന്ന് രാത്രി ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നു. എന്തുകൊണ്ട് ഈ തിരിച്ചറിവ് മനുഷ്യൻ ഉണ്ടാകുന്നില്ല? അതൊരു ചോദ്യമല്ലേ? അതിന്റെ ഉത്തരം വിശുദ്ധ വേദപുസ്തകം പറയുന്നു. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളിൽ അതിന്റെ മറുപടി വേഗത്തിലേക്ക് വായിച്ചാട്ടെ. 2 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ എന്തുകൊണ്ട് മനുഷ്യർക്ക് ഇത് മനസ്സിലാകുന്നില്ല? എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ഈ സുവിശേഷം എന്താണ്? സുവിശേഷം ജീവനുള്ള ദൈവം. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലത്തെ ഉണ്ടാക്കിയ ജീവനുള്ള ദൈവം സമം സുവിശേഷം. ഈ സുവിശേഷം ഒരുത്തന് മറഞ്ഞിരിക്കുന്നെങ്കിൽ, ഒരാൾക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഇത് ആർക്കാ മറഞ്ഞിരിക്കുന്നത്? നരകത്തിലേക്ക് ടിക്കറ്റ് റിസർവേഷൻ ചെയ്തിരിക്കുന്നവർക്കാ മറഞ്ഞിരിക്കുന്നത്. നശിച്ചു പോകുന്നവർക്ക് ഇത് മറഞ്ഞിരിക്കുന്നു. അവർക്ക് എത്ര പറഞ്ഞാലും ഇത് തലേ കയറുന്നില്ല. കാരണം പിശാച് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ടിക്കറ്റ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇത് മറഞ്ഞിരിക്കുന്നെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നു. അടുത്ത വാക്കെന്താണ്? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ
ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഇരുട്ട് കയറിയെന്ന്. ആ ഇരുട്ട് ഈ ലോകത്തിന്റെ ദൈവം. എന്താണ് പാസ്റ്റർ ഈ ലോകത്തിന്റെ ദൈവം? ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞത് മനസ്സിലായി. എന്താ ഈ ലോകത്തിന്റെ ദൈവം? ഈ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാതിരിക്കാൻ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇരുട്ടായി കുടിയിരിക്കുന്ന ഈ ലോകത്തിന്റെ ദൈവം അഥവാ പാപം. പാപം എന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴാ ചിലർക്ക് ചിരി. ഈ വെന്തിക്കോസുകാരെ കൊണ്ട് തോറ്റു. യവന്മാരുടെ കയ്യിൽ എപ്പം മൈക്ക് കൊടുത്താലും കറങ്ങി തിരിഞ്ഞ് എവിടെ വന്ന് നിൽക്കും? പാപി. മരണത്തിന് മൈക്ക് കൊടുത്താ പാപി, കല്യാണത്തിന് മൈക്ക് കൊടുത്താ പാപി, പ്രസംഗത്തിന് മൈക്ക് കൊടുത്താ പാപി. എവിടെ കൊടുത്താലും യവന്മാർ കറങ്ങി തിരിഞ്ഞ് പാപി. മനുഷ്യൻ പാപിയാണ്. ചുമ്മാ പറയുന്നതാന്ന് ചില ആളുകൾ പറയുക. മനുഷ്യൻ പാപിയല്ല പോലും. മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവരാരെങ്കിലും ഇന്ന് രാത്രി പുതുക്കുളത്തന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടരുത്. നാളെ രാവിലെ അറിയാം ഇവിടെ പാപിയുണ്ടോ ഇല്ലയോ. ദൂരെ എങ്ങും തപ്പിപ്പോകണ്ട, അന്വേഷിച്ചു പോകണ്ട. അല്ലേ? പൂട്ടിട്ടാലോ, കടയ്ക്ക് പൂട്ടിട്ടാലോ, പൂട്ടിട്ട് ഒന്ന് പിടിച്ച് കുലുക്കി, പിന്നൊന്നുകൂടെ കുലുക്കി, പിന്നൊന്നുകൂടെ കുലുക്കി വെച്ചാണ് വീട്ടിൽ പോകുന്നത്. എന്നിട്ടും ഉറക്കമില്ലാതെ വന്നപ്പോൾ CCTV വെച്ചു. മനുഷ്യൻ പാപിയായതുകൊണ്ട്. സഹോദരിമാരോട് ചോദിക്കുക, നമ്മുടെ നാട്ടിലെ സഹോദരിമാർ രാത്രി കതകടച്ച് കൊളുത്തിട്ട് ഓടാമ്പലം പിടിച്ചിട്ട് പിന്നെ അതിൻ്റെ പുറകിൽ ചട്ടിയും കലവും വാരി അടുക്കി വെച്ചാ ഇപ്പോൾ ഉറങ്ങുന്നത്. ആരെ പേടിച്ച്? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? അല്ല. പിന്നെ ആരെ പേടിച്ച്? ഇരുകാലി മനുഷ്യന്മാരെ പേടിച്ചിട്ട്. അല്ലേ? എന്തുകൊണ്ട്? മനുഷ്യൻ പാപിയായതുകൊണ്ട്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യം വന്നത്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് ഇവിടെ മതിലും കയറ്റുപെടേണ്ടി വന്നത്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് പട്ടിയെ വളർത്തേണ്ടി വന്നത്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് പാതിരാത്രി ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തിറങ്ങി തിരുവനന്തപുരം വരെ പോയിട്ട് വരാൻ നമ്മുടെ സഹോദരിമാർക്ക് ധൈര്യം വരാത്തത്. ഇരുകാലിയായ മനുഷ്യന്മാരെ ഭയന്നിട്ടാണ് ഇവിടെ സകല നിയമ സംവിധാനങ്ങളും ഉണ്ടായത്. മനുഷ്യൻ പാപിയായതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇതൊക്കെ തമാശയായും പരിഹാസമായും ചിരിച്ചും കളിച്ചും കളയാതെ ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയ്. മനുഷ്യൻ്റെ ഹൃദയക്കൂടിൻ്റെ അകത്ത് പാപമെന്ന് പറയുന്ന ഇരുട്ട് കുടിയിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഒരു ചേട്ടൻ പറയും, അങ്ങേര് പറഞ്ഞതും ശരിയാ, മനുഷ്യൻ പാപിയാ, ഉള്ളതാ. പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. അതെന്നാ? അല്ല, ഞാനിതുവരെ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പാപിയല്ല എന്നാ ചിലരുടെ ചിന്ത. ഇവിടെ അടുത്തൊരു ചേട്ടൻ ഒരു മൂർഖം പാമ്പിനെ വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ പാമ്പ് ഇന്ന് വരെ ആരെയും കടിച്ചിട്ടില്ല, അതുകൊണ്ട് വിഷമില്ലെന്ന് പറഞ്ഞ് വായി കൈകൊണ്ട് വെക്കുവോ? ഇന്ന് വരെ കടിച്ചിട്ടില്ല, അത് ശരിയാ. അതുകൊണ്ട് വിഷമില്ലെന്നോ? ഇന്ന് വരെ കടിച്ചിട്ടില്ല, അത് സത്യം. പക്ഷേ വായ കൈകൊണ്ട് വെച്ചാൽ കടിക്കും. കടിച്ചാൽ നീ തട്ടിപ്പോകും. കാരണം അകത്തു വിഷമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ കൂടെ മാന്യന്മാരായി ജീവിച്ച പല ആളുകളും ഇന്ന് സർക്കാരിൻ്റെ ഇരുമ്പഴിക്കകത്ത് കിടക്കുന്നു. എന്താ കാരണം? ഇന്നലെ വരെ അവർ മാന്യന്മാരായിരുന്നു. ഇന്നലെ വരെ നമ്മുടെ മുമ്പിൽ അവർ മിടുക്കന്മാരായിരുന്നു. പക്ഷേ ഒരു ദിവസം, ഒരു നിമിഷം, ഒരു പ്രഭാതത്തിൽ അവിടെ അകത്തിരുന്ന വിഷം പുറത്തു വന്നില്ലേ? പണ്ട് കാലത്ത് സ്വന്തം പെൺകുഞ്ഞുങ്ങളെങ്കിലും വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം പെൺകുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്ത അപ്പന്മാരുടെ വാർത്തകൾ കേൾക്കുന്നില്ലേ? എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് നമ്മൾ ദോഷമായി കണ്ട പല കാര്യങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് ഫാഷനല്ലേ? മനുഷ്യൻ പാപിയായത്. പണ്ട് കാലത്ത് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കെ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ആരും കാണാതെ ഒരു സിനിമാ കൊട്ടയിൽ പോയി ഒരു സിനിമ കാണണമെന്ന് വെച്ചു. എന്തായിരുന്നു നെഞ്ചിടിപ്പ്? മാമൻ കാണുമോ, മാമി കാണുമോ, പരിചയക്കാർ കാണുമോ, പാൽക്കാരൻ കാണുമോ, പത്രക്കാരൻ കാണുമോ, വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കൂ, ആരെങ്കിലും കണ്ടാവും അച്ഛനും തന്നെ അടിച്ചു കൊല്ലും. ഇങ്ങനെ പേടിച്ച് ആരും കാണാതെ ഒരു തിയേറ്ററിൽ പോയി ഒരു പടം കണ്ട കാലം പോയി. എന്നാൽ ഇപ്പോഴത്തെ പിള്ളേർ സ്കൂൾ യൂണിഫോമും സ്കൂൾ ബാഗും തോളിലിട്ട് തിയേറ്ററിന് മുമ്പിൽ ചെന്ന് മൊബൈലെടുത്ത് അങ്ങോട്ട് ലൈവ് ഇട്ടുകൊണ്ട് പറയും, ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ തിയേറ്ററിന് മുമ്പിലാണ് ഗായ്സ് നിൽക്കുന്നത്, ഇവിടെ നല്ലൊരു പടം ഓടിക്കൊണ്ട് നിൽക്കുകയാണ് ഗായ്സ്. അങ്ങനെ പറയാൻ മടിയില്ലാത്ത ഒരു തലമുറയുടെ നടുവിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. തർക്കമുണ്ടോ ആർക്കെങ്കിലും? ഒരു കാലത്ത് ദോഷമായി കണ്ട പല കാര്യങ്ങളും ഇന്ന് ഫാഷനായി മാറിയിരിക്കുന്നു. മനുഷ്യൻ പാപിയായതുകൊണ്ട്. രക്തബന്ധങ്ങളെ തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തി നിൽക്കുന്നു. മനുഷ്യൻ പാപിയായതുകൊണ്ട്. പണ്ട് കാലത്ത് വീട്ടിൽ ഒരു അതിഥി വന്നാൽ
വീട്ടിലെ ചേട്ടൻ കോഴിക്കൂട്ടിൽ നിന്ന് ഒരു കോഴി എടുത്തോണ്ട് ഇന്ന് ഇവനെ അങ്ങ് തട്ടാവടി എന്നും പറഞ്ഞ് കോഴി എടുത്തോണ്ട് വന്ന് അതിൻ്റെ കഴുത്തറുക്കാൻ തുനിഞ്ഞാൽ വീട്ടിലെ സഹോദരിമാർ കണ്ണ് പൊത്തിക്കൊണ്ട് അടുക്കളയിലോട്ട് ഓടിയിട്ട് പറയും, യോ എനിക്കിത് കാണാൻ വയ്യെന്നും പറഞ്ഞ് ഓടി അടുക്കളയിലോട്ട് കയറിയ കാലം പോയി. ഇന്ന് കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ വെട്ടിനുറുക്കി പീസ് പീസാക്കി ബാഗിനകത്താക്കി തോളിലിട്ടുകൊണ്ട് പോകാൻ മടിയില്ലാത്ത സഹോദരിമാർ ആധുനിക കാലത്ത് നിൽക്കുക. മനുഷ്യൻ പാപിയല്ലേ? മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് പാപമെന്ന ഇരുട്ട് കുടിയേറിയപ്പോൾ മോക്ഷം തേടി അവൻ ഈശ്വരന്മാരോട് നിലവിളിച്ചില്ലേ? ഹൈന്ദവരായ സഹോദരങ്ങൾ നാട്ടിൻപുറത്തുണ്ടെങ്കിൽ അവരോട് ചോദിക്കേ, ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടി ഈശ്വരന്മാരോട് മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ സൂക്തങ്ങൾ വേദങ്ങളിലുണ്ടോ? അവർ പറയും ഉണ്ട്. അസതോമാം സദ്ഗമയ എന്നും തമസോമാം ജ്യോതിർഗമയ എന്നും മൃത്യോമാം അമൃതംഗമയെന്നും അവർ ഈശ്വരന്മാരോട് നിലവിളിച്ചു. എന്താ അർത്ഥം? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് ജീവനിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും നയിക്കണം ഭഗവൻ എന്നവർ നിലവിളിച്ചു. എന്തുകൊണ്ട്? മനുഷ്യൻ ഇരുട്ടിലാണ്, മോക്ഷം വേണം, വെളിച്ചം വേണം. മുസ്ലിം സഹോദരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ചോദിക്ക്, ഇങ്ങനെ പറഞ്ഞ ശരിയാണോ? പാപത്തിൽ നിന്ന് മോക്ഷം തേടിയ പ്രാർത്ഥനാ സൂക്തങ്ങൾ വേദങ്ങളിലുണ്ടോ? അവർ പറയും ഉണ്ട്. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ സൂക്തം ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ, റബ്ബിൽ ആലമീനായ തമ്പുരാനെ, നീ എൻ്റെ പാപത്തെ മഞ്ഞവെള്ളം കൊണ്ട് കഴുകുന്നില്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്ക് യാതൊരു നന്മയും ലഭിക്കില്ലല്ലോ റബ്ബേ എന്ന് പ്രവാചക ശ്രേഷ്ഠൻ ദൈവത്തോട് നിലവിളിക്കുന്നു. കാരണം മനുഷ്യൻ പാപിയായതുകൊണ്ട്. വേദങ്ങളെല്ലാം ഒരുപോലെ സമ്മതിച്ചു, മനുഷ്യന്റെ അകത്ത് പാപമെന്ന ഇരുട്ട് കുടിയിരിക്കുന്നു. അതുകൊണ്ട് അവന് മോക്ഷം വേണം. മോക്ഷം തേടി അവൻ അലയാൻ തുടങ്ങി, മോക്ഷം തേടി അവൻ സഞ്ചരിക്കാൻ തുടങ്ങി, മോക്ഷം തേടി അവൻ കിലോമീറ്ററുകൾ നടക്കാൻ തുടങ്ങി, മോക്ഷം തേടി അവൻ പുണ്യ കർമ്മ ക്രിയാദി പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. എന്തിന്? മോക്ഷം തേടി നരബലി നടത്താൻ മടിയില്ലാത്തവനായി ഇന്നവൻ കേരളക്കരയിൽ നിൽക്കുന്നു. മനുഷ്യനെ കൊന്ന് മോക്ഷം തേടാൻ, ഈശ്വര കടാക്ഷം തേടി നരബലി നടത്താൻ മടിയില്ലാത്തവനായി ഇരുകാലി മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യൻ പാപിയല്ലേ? കണ്ടുപിടുത്തങ്ങളും ഇന്റർനെറ്റും ശാസ്ത്രവും സയൻസും ടെക്നോളജിയും എല്ലാം കുത്തനെ കുതിച്ചു ഉയർച്ചയിലേക്ക് ഉയർന്നു പോകുമ്പോൾ മനുഷ്യന്റെ ധാർമ്മികത മാത്രം എന്തേ കീപ്പോട്ട് പോകുന്നു. നിങ്ങൾക്കറിയാമോ, ഈ ചില കഴിഞ്ഞ വർഷങ്ങളിൽ കാസർഗോഡും തിരുവനന്തപുരത്തും നടന്ന 2 വാർത്തകൾ ഇന്നും യൂട്യൂബിൽ കിടപ്പുണ്ട്. പറയാൻ അല്പം ലജ്ജയുള്ള വാർത്തയെങ്കിലും പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാസർഗോഡ് ഒരു അമ്മ, തൊഴിലുറപ്പിന് പോയൊരു വീട്ടമ്മ തലകറങ്ങി താഴെ വീണു. പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, ഗർഭിണിയാണ്. കൂടെ വന്നവരും ഞെട്ടി, സഹോദരി ഞെട്ടി. കാരണം ഭർത്താവ് ഗൾഫില്ല. എങ്ങനെ സംഭവിച്ചു? ആശങ്കയായി. നാട്ടിലുള്ളവരെല്ലാം പറഞ്ഞു, അവളത്ര ശരിയല്ല. എന്നാൽ ആ കൂടെയുള്ള സകല സഹോദരിമാരും പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, ഇല്ല, ഈ നാട്ടിൽ ഇത്രയും നല്ലൊരു സഹോദരിയില്ല, ആവശ്യമില്ലാതെ ഒരാളോട് സംസാരിക്കുന്ന കണ്ടിട്ടില്ല, അവൾ മോശക്കാരിയല്ല, ഇതിനകത്ത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. പുറത്ത് പറയാൻ വിഷമം. ഭർത്താവ് നാട്ടിൽ വന്നു. ഭർത്താവ് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നമുക്ക് അന്വേഷിക്കാം. ബന്ധുവായ ഒരു പോലീസുകാരനോട് രഹസ്യത്തിൽ ഒരു അന്വേഷണം നടത്താൻ പറഞ്ഞു. പിന്നീട് ആ രഹസ്യം പരസ്യമായി വാർത്തകളിൽ വന്നതാ, മറന്നു കാണും. ഓരോ ദിവസവും റൂമിനകത്ത് ചേർത്ത് കിടത്തി പാട്ടുപാടി താരാട്ടുപാടി തലോടി ഉറക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ കൊടുത്ത സമ്മാനം. ക്യാമ്പസുകളിൽ അവൻ ആരോ ചുരുട്ടിക്കൊടുത്ത കഞ്ചാവിൻ്റെയും ലഹരിയുടെയും അടിമത്തത്തിൽപ്പെട്ടുപോയ ചെക്കൻ രാത്രി അമ്മ കുടിക്കുന്ന പാലിനകത്ത് ഉറക്ക ഗുളിക കലർത്തി കൊടുത്തു പോലും. എന്തൊരു നാടാ! ചിന്തിക്കേ. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. രാവിലെ പ്രഭാതത്തിലെ പത്രമെടുത്ത് തുറന്നാലോ ചെകുത്താൻ്റെ നാടാണോ എന്ന് തോന്നിപ്പോകും അല്ലേ? നിയമങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഭരണകൂടങ്ങളുണ്ട്. പെന്തിക്കോസുകാരായ ഉപദേശിമാർ മുക്കിന് തൊണ്ട കീറുമ്പോൾ നാട്ടുകാരിലെ ചില അണ്ണന്മാരുടെ കമന്റ്, അങ്ങനെ നശിച്ചു പോകുന്ന ആളുകളെയൊക്കെ നന്നാക്കാൻ ഇവിടെ പോലീസും ഗവൺമെന്റും ഒക്കെ ഉണ്ട്. അവർ കള്ളുകുടിയും കഞ്ചാവും ഒക്കെ അടിക്കുന്നെങ്കിൽ അവരെ നന്നാക്കാൻ ഇവിടെ നിയമമുണ്ട്. എന്നാ നിയമം? കുറെ കോമഡി നിയമങ്ങളുള്ള നാടായി കേരളം. ഇപ്പൊ എല്ലാവരും തമിഴ്നാട്ടിലോട്ട് പോവാ ജീവിക്കാൻ വേണ്ടി. കോമഡി നിയമം ഞാൻ പറഞ്ഞു തരട്ടെ. ചില കോമഡി നിയമങ്ങൾ. 60 രൂപയുടെ കുപ്പി 640 രൂപയ്ക്ക് വിറ്റ് സർക്കാർ ഇവിടുത്തെ ബിവറേജിന്റെ ഖജനാവ് നിറച്ച് പണം ഉണ്ടാക്കും. GST സഹിതം നല്ല തുക ഖജനാവ് വീണ് കഴിഞ്ഞാൽ ഈ വാങ്ങുന്നവൻ എവിടെ ഇരുന്ന് കുടിക്കാൻ പാടില്ല, കുടിച്ചാൽ പോലീസ് പിടിക്കും. കോമഡി നിയമം 1. 2, കോമഡി നിയമം 2, ഇവിടുത്തെ കടകളിലൊക്കെ ഈ കാറിൻ്റെയും ബൈക്കിൻ്റെയും ആട്ടോയുടെയും ഒക്കെ ആക്സസറീസ്, എക്സ്ട്രാ ഫിറ്റിങ്സ്, ആക്സസറീസ് സകലതും വിൽക്കാൻ അനുവാദമുണ്ട് കടകളിൽ, ഇല്ലേ?
GST സഹിതമുള്ള പണം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി ബില്ല് മേടിച്ച് അവന്മാർ അതിനകത്തിട്ട് സർക്കാരിൻ്റെ ഖജനാവിൽ പണം എത്തിക്കഴിഞ്ഞാൽ വാങ്ങിയ നമ്മൾ ഇതൊന്നും വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്യാൻ പാടില്ല. മാമന്മാർ വഴി പിടിച്ചു നിർത്തി പെറ്റി അടിച്ച് അഴിപ്പിക്കും. കോമഡി നിയമം 2. കോമഡി നിയമം 3, തിരക്കുള്ള ടൗണിൽ കൂടെ ആളുകൾക്ക് പെട്ടെന്ന് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വേഗത്തിലെത്തണം. ഇപ്പം വേഗത്തിലെത്തണമെന്നാണ് കാസർഗോഡും തിരുവനന്തപുരം വേഗത്തിലെത്തണമെന്നും പറഞ്ഞ് 6 വരിപ്പാത ഹൈവേ നിർമ്മിക്കും വേഗത്തിൽ പോകാൻ. എന്നിട്ട് 500 ക്യാമറയും വെക്കും. 80ന്റെ മേലോട്ട് പോയാൽ പിടിച്ച് പിഴ അടയ്ക്കും. എന്നാൽ പിന്നെ തിരക്കുള്ള ടൗണിൽ കൂടെ പയ്യെ അങ്ങ് പോയാൽ പോരെ. കോമഡി നിയമം 3. ഇവിടെ ഇരിക്കുന്ന സകലമാന ബേക്കറി കടകളിൽ നോക്ക്, ചിപ്സ് പ്ലാസ്റ്റിക് കവറിൽ, മിച്ചർ പ്ലാസ്റ്റിക് കവറിൽ, അച്ചപ്പം പ്ലാസ്റ്റിക് കവറിൽ, ബിസ്ക്കറ്റ് പ്ലാസ്റ്റിക് കവറിൽ, സകലതും പ്ലാസ്റ്റിക് കവറിൽ. ഇതെല്ലാം വാങ്ങുന്നവൻ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് അത് ഇട്ടാൽ അവനെ പിടിച്ച് പിഴ അടയ്ക്കും. കോമഡി നിയമം 4. വണ്ടികളൊക്കെ ആക്സിഡന്റ് ആകുന്നു, ഉടനെ വന്ന് പറഞ്ഞു അത് പെയിന്റിന്റെ കുഴപ്പമാണ്, ഉടനെ വെള്ള പെയിന്റ് അടിക്കണം, ടൂറിസ്റ്റിന് ആക്സിഡന്റ് കുറയുന്നു. ഇതേപോലെ മരമണ്ടന്മാര് ഉലകത്ത് വേറെ ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കണം. ആമേൻ. അപ്പൊ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ ഇവിടെ ആരാ കുടിക്കാൻ കൊടുക്കണേ? കുടിക്കാൻ കൊടുക്കുന്നത് സർക്കാർ, കുടിച്ചവന് വഴി പിടച്ചിരുത്തി പിഴ അടപ്പിക്കുന്നതും സർക്കാർ. നാടകമേ ഉലകം. മനസ്സിലായി? ഒരു സാധാരണ കൂലിപ്പണിക്കാരന്റെ ജീവിതം എന്താണെന്ന് ഇതിനൊക്കെ വേണ്ടി കൈയടിക്കുന്ന മരമണ്ടൻ അണികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറയാം. ഒരു കൂലിപ്പണിക്കാരൻ്റെ ജീവിതം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. വൈകുന്നേരം വരെ അധ്വാനിച്ചു, വൈകിട്ട് 1200 രൂപ ശമ്പളം മേടിച്ച് പോക്കറ്റിൽ തിരികെ, എന്നിട്ട് നേരെ നടക്കുകയാണ് എവിടെ? ബിവറേജിലേക്ക്. തലേ തോർത്ത് വിട്ടുകൊണ്ട് പമ്മി നിൽക്കുകയാണ് കുപ്പിയെടുക്കാൻ. തൊട്ടു പുറകെ ഹെൽമെറ്റ് വെച്ചോണ്ട് മോനും, അപ്പൻ തോർത്തിട്ടുകൊണ്ട് മോ ഹെൽമെറ്റ് വെച്ചോണ്ട്, രണ്ടുപേരും ഒറ്റ ക്യൂവിൽ നിൽക്കുകയാണ്. അതാണ് ആധുനിക കാഴ്ച. 1200 പോക്കറ്റിലുണ്ടേ, ശ്രദ്ധിച്ചോണം. 1200-ൽ 700 രൂപ കൊടുത്തൊരു നല്ല മുഴുത്ത കുപ്പിയെടുത്ത് അവിടെ മൂലയിലിരുന്ന് അടിച്ചു തീർത്തു. അപ്പൻ ഫിറ്റായി, കുപ്പി കാലിയായി. മിച്ചം കണക്കറിയാവുന്ന കൂട്ടം മിച്ചം 500. കാലിക്കുപ്പിയും കൊണ്ട് അപ്പൻ ആടി അടുത്ത ആക്രിക്കട വന്നു. കാലിക്കുപ്പി അവിടെ കൊടുക്കുന്നു. കുപ്പിക്ക് കിട്ടി 3 രൂപ. അരിക്ക് എത്രയേ ഉള്ളൂ? 1 രൂപ. അപ്പൊ 3 കിലോ അരി വീട്ടിലെത്തും. പെണ്ണുമ്പിള്ളയ്ക്ക് വരാതി ഇല്ല. അപ്പൊ 3 കിലോ അരിയും കൊണ്ട് 500 പോക്കറ്റ് തിരികെ കുടിയൻ ആടി കൈനറ്റിക് കൊണ്ട എടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ ദാ വരുന്നു അടുത്ത ഇരുട്ടടി. ഏത്? ആ വളവ് തിരിഞ്ഞപ്പോൾ ഒളിച്ചിരുന്ന് നിര പിടിക്കുന്ന ജീവി പിടിച്ചു. ഊതടാന്ന് പറഞ്ഞു ഊതി. ബാക്കി 500 ഉള്ളത് അവനും. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായി പറയുന്നേ. വൈകുന്നേരം വരെ അധ്വാനിച്ച് 1200 കയ്യിൽ നിന്ന് പോയപ്പോൾ 3 കിലോ അരി വീട്ടിലെത്തിയതിന്റെ പേരാണ് നമ്മുടെ ചേട്ടന്മാർ പറയുന്ന വികസനം. ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത കുറെ കഴുതകളായി പൊതുജനം അല്ലേ? അപ്പൊ നിങ്ങൾ ചോദിക്കും, കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചോണ്ടാന്നോ? അയ്യോ, അങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും നാളെ ഇവരെല്ലാം മാറ്റിക്കൊണ്ട് BJP വന്നാലും ഇവരെല്ലാം തൂത്ത് കളയാൻ ചൂല് വന്നാലും ഇവിടെ നമ്മുടെ ഗതി എന്നും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരണ്ണന്മാർ വന്നാലും ഒരു പിണ്ണാക്കും നടക്കാൻ പോകുന്നില്ല. പൊതുജനം കഴുതകളായി മാറിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കണ്ടോ, കാലം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. ഇത് തിരിച്ചറിയാനുള്ളൊരല്പം വിവരവും ബോധവും മനുഷ്യനുണ്ടായാൽ യുവന്മാരുടെ ഈ പൊട്ടക്കയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കാം. ഇതൊന്നും അറിയാത്ത കുറെ പേട്ടുപിള്ളേർ ഏതൊക്കെയോ പാർട്ടികൾക്ക് വേണ്ടി ചാകാനും കൊല്ലാനും മടിയില്ലാതെ തെരുവിൽ നടക്കുക കുറെ ചെറുപ്പക്കാർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എടാ, നീ ഏത് പാർട്ടിക്ക് വേണ്ടി അടിച്ചാലും ഇടിച്ചാലും ചത്താലും ഇരു പാർട്ടിയുടെ നേതാക്കന്മാർ അടുത്ത സ്റ്റേജിൽ കാണുമ്പോൾ തമ്മി കെട്ടിപ്പിടിച്ച് ക്യാമറയുടെ നേരെ നോക്കി വളിച്ച ചിരിയും ചിരിച്ച് അവർ വീട്ടിൽ പോകും അല്ലേ? ഇവിടുത്തെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് BJP-കാരനെ കണ്ട ഭയങ്കര കലി, BJP-കാരന് കമ്മ്യൂണിസ്റ്റിനെ കണ്ടാൽ കലി, ഇവർക്ക് കോൺഗ്രസിനെ കണ്ടാൽ കലി. പക്ഷേ ഏതെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് മോഡിജി വന്നാൽ നമ്മുടെ പിണറായി സഖാവ് അപ്പുറത്തിരുന്ന് രണ്ടുപേരും നോക്കി ചിരിച്ച് ക്യാമറയുടെ നേരെ നോക്കി അവർ ചിരിയും ചിരിച്ച് പോസ് ചെയ്ത് അവർ വീട്ടിൽ പോയി. ഈ പൊട്ടന്മാർ കിടന്ന് വഴി കിടന്ന് അടിച്ച് ചാവുക. വല്ല കഥയുണ്ടോ നോക്കി. ഇന്ന് വരെ ഒരു ഒറ്റ നേതാക്കന്മാരുടെ മക്കൾ ഇവിടെ രക്തസാക്ഷികളായിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരുടെ മക്കൾ USA, UK, കാനഡ, ഓസ്ട്രേലിയയിലൊക്കെ പോയി പഠിച്ച് നല്ല ജോലി നേടി അവസാനം ഇടയ്ക്കിടയ്ക്ക് നേതാക്കന്മാർ മക്കളെ കാണാൻ ഫ്ലൈറ്റ് എടുത്ത് അവിടെ ചെല്ലുന്നു. മക്കളുമായിട്ട് ഒന്നിച്ചിരുന്ന് ചിക്കനും മട്ടനും കടിച്ചു പറിക്കുന്നു. അതിൻ്റെ വീഡിയോ എടുത്ത് നേരെ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ദേ ഇവിടെ കോളനിയിൽ പെറ്റതള്ളയ്ക്ക് കഞ്ഞി കൊടുക്കാത്തവൻ ലൈക്കും കമൻറ്റും അടിച്ച് റോഡിൽ കിടന്ന് ചാകുന്നു അല്ലേ? എന്നാണോ ഈ കണ്ണ് തുറക്കണേ? ആരാ നിനക്ക് വേണ്ടി കരയണേ? 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച പെറ്റതള്ളയുടെ കണ്ണും തോളി കൈയിട്ടുകൊണ്ട് സ്കൂളിൽ പോയ കൂടപ്പുറപ്പിന്റെ കണ്ണും എന്നും നിന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ ഇവിടെ ഒരു പിണ്ണാക്കും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇതൊന്നും എന്താ മനുഷ്യന് തിരിച്ചറിയാത്തെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? തിരിച്ചറിയാത്തതിന്റെ കാരണമാ വായിച്ചത്.
യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അഥവാ പാപം എന്ന് പറയുന്ന ഇരുട്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്നു. ഈ ഇരുട്ട് അവന്റെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുന്നു. ഈ ഇരുട്ടിൽ നിന്ന് മോക്ഷം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിക്കാൻ തുടങ്ങി. കാലാകാലങ്ങളായി ഒരു വെളിച്ചം തേടി മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചു. കിലോമീറ്ററോളം സഞ്ചരിച്ചു. പുണ്യകർമ്മ ക്രിയാദി പ്രവർത്തികൾ ചെയ്തു. നേർച്ച കാഴ്ചകൾ കഴിച്ചു. എവിടെ കിട്ടും മോക്ഷം? മോക്ഷം തേടി അവൻ ഇന്നും അലഞ്ഞുകൊണ്ടിരിക്കുന്നു. മോക്ഷം തേടി അവൻ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മോക്ഷം തേടി അവൻ നരബലി നടത്തുന്നു. മോക്ഷം തേടി അവനെ കൊണ്ട് ഒക്കുന്നതെല്ലാം മനുഷ്യൻ ചെയ്യുന്നു. എവിടെ കിട്ടും മോക്ഷം? മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിൽ നിന്ന് ഒരു വെളിച്ചം തേടി തമസോ മാം ജ്യോതിർഗമേ എന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യൻ ഈശ്വരന്മാരോട് നിലവിളിച്ചപ്പോൾ സർവ്വ മനുഷ്യന്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം സാക്ഷാൽ ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ്, പടച്ചവൻ, ഈശ്വരൻ, ഭഗവാൻ, ദൈവം വേഷത്തിൽ മനുഷ്യാവതാരമെടുത്ത് ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. പാലസ്തീന്റെ പച്ചമണ്ണിൽ കാലമർത്തി ചവിട്ടിക്കൊണ്ട് സർവ്വ മനുഷ്യന്റെയും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വസിക്കുന്നവരാരും ഇരുളിൽ നടക്കുകയില്ല. ഇന്ന് രാത്രി പുതുക്കുളത്തോടെ അഭിമാനത്തോടെ പറയട്ടെ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് അധികാരത്തോടെ അവകാശത്തോടെ ലോകത്തോട് പ്രസ്താവിച്ച് ലോകം കണ്ട ഒരേ ഒരു പ്രസംഗകൻ, ലോകം കണ്ട ഒരേ ഒരു പ്രവാചകൻ, ലോകം കണ്ട ഒരേ ഒരു മഹാഗുരു, ലോകം കണ്ട ഒരേ ഒരു ദൈവം, അവനത്ര ഇന്ന് രാത്രിയിൽ ഷമീർ അബ്ദുൽ സലാം പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടെ വിളിച്ചു പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുടിയിൽ നിന്ന്, ഇരുട്ടിന്റെ പിടിയിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ പോരാ, ഏക സത്യ സുവിശേഷമല്ലാതെ പോരാ, ഏക സത്യ നിത്യ ദൈവമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഈ ക്ഷുതിയിൽ ഇല്ലവേ ഇല്ല എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ വിളംബരം ചെയ്യും. നിങ്ങൾ പറയൂ, ഞങ്ങൾ നിങ്ങളെ പറ്റിക്കുവാണോ? ഞങ്ങൾ നിങ്ങളെ പരസ്യം പറഞ്ഞ് പറ്റിക്കാൻ വന്നവരാണോ? സിനിമാ നടൻ മമ്മൂട്ടി TV-യിൽ വന്ന് പറഞ്ഞു, എൻ്റെ ഗ്ലാമറിന്റെ രഹസ്യം ഇന്ദുലേഖ സോപ്പ്. 3 മാസം തേച്ചോ നിങ്ങളും വെളുക്കും. ഇത് കേട്ടൊരു അമ്മാവൻ 6 മാസം മേടിച്ച് തേച്ചു, വെളുത്തില്ല. അവസാനം കോടതി കേസ് കൊടുത്തു, നഷ്ടപരിഹാരം മേടിച്ചെന്നാണ് വാർത്തയെ കണ്ടത്. ഞങ്ങൾ ഇതുപോലെ പരസ്യം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ വന്നതല്ല. പുതുക്കുളത്ത് ഒരു കാലത്ത് മദ്യത്തിനും ലഹരിക്കും കഞ്ചാവിനും അടിമപ്പെട്ട് അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും തലവേദനയായി ജീവിച്ച അനേക ചെറുപ്പക്കാർ ഈ കസേരക്കകത്തിരിപ്പുണ്ട്, ഈ പന്തലിന്റെ അകത്തിരിപ്പുണ്ട്. ഒരു കാലത്ത് സമൂഹത്തിന് വേണ്ടെന്ന് പറഞ്ഞ്, കുടുംബത്തിന് ഭാരമാണെന്ന് പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്നവരാക്കി തിരിച്ചു കൊടുത്തൊരു ചരിത്രം ഉലകത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷത്തിനല്ലാതെ മറ്റൊന്നിനും സാധിച്ചിട്ടില്ല. ആമേൻ. അല്ലെങ്കിൽ പുതുക്കുളംകാരെ നിങ്ങൾ പറ, എന്തിന് നിങ്ങൾ സുവിശേഷത്തെ വെറുക്കണം? സുവിശേഷം നിങ്ങൾക്ക് എന്ത് ദോഷം വരുത്തി? ഈ സുവിശേഷം കേട്ട്, നിങ്ങളുടെ സുവിശേഷം കേട്ട് എൻ്റെ മോൻ കുടിയനായെന്ന് ഒരമ്മ ഈ പരിസരത്തുണ്ടെങ്കിൽ വന്ന് പറ. ഇനി മേലിൽ ഇങ്ങനൊരു യോഗം ആയുസ്സിൽ ഇവിടെ നടത്തത്തില്ല. സത്യമല്ലേ? നിങ്ങളുടെ സുവിശേഷം കേട്ട് എൻ്റെ കെട്ടിയോൻ അന്ന് മുതൽ കഞ്ചാവ് അടിക്കാൻ തുടങ്ങി പറ. ഒരുത്തനും ദോഷം പറയാനില്ല. പകരം ഇന്നലെ വരെ കള്ളു കുടിച്ചും കഞ്ചാവടിച്ചും നടന്ന അനേകം ചെറുപ്പക്കാരെ അവരുടെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്ത പുണ്യമാണ് ഞങ്ങൾ വിളംബരം ചെയ്യുന്ന സുവിശേഷം. എന്തെങ്കിലും ദോഷമുണ്ടോ? ഞങ്ങൾ ട്രാൻസ്പോർട്ടിന് കല്ലെറിയുന്നു, ഹർത്താലിന് കൊടി പിടിക്കുന്നു, മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കുന്നു. ഞങ്ങൾ എന്ത് ദോഷമാണ് ചെയ്യണേ? ആമേൻ. വേണ്ട. ഇവിടെ സുവിശേഷ യോഗം നടക്കുക. അതുകൊണ്ട് ബസ്സും കാറും ലോറിയും ലതിലെ പോട്ടെന്നും പറഞ്ഞ് ഏമാന്മാരും മീശൻ ചുരുട്ടിക്കൊണ്ട് വഴിതിരിച്ചു വിടേണ്ട ഗതികേട് സുവിശേഷത്തിനുണ്ടായിട്ടുണ്ട്. പറ. അങ്ങനെ ഒരു ഗതികേടും സുവിശേഷം ഉണ്ടാക്കിയിട്ടില്ല. ഒരു ആംബുലൻസ് വന്നാൽ പോലും ഗതികെട്ട് കിടക്കേണ്ട ഗതികേട് സുവിശേഷ യോഗത്തിലുണ്ടായിട്ടില്ല. പിന്നെ ചിലർ പറയുന്നത് ഭയങ്കര ശബ്ദമാണ്. പിന്നെ ഇതിന് മാത്രമല്ലേ ഉള്ളൂ ശബ്ദം? ഇതിനേ ഉള്ളു ശബ്ദം. മാർച്ച് മാസം നോക്കണം, SSLC പരീക്ഷ സമയത്ത് മൂക്കിന് 25,000 വെച്ച് കെട്ടി റോഡേ കിടന്ന് കള്ളു, ചിലതിന് തുണിയുമില്ല, അതിനൊന്നും ഇവിടെ ശബ്ദമില്ല. അവിടെ അത്തരം വിളച്ചിലൊക്കെ അണ്ണന്മാർ കയ്യെ വെച്ചിരുന്നാൽ മതി. ഇത് ജനാധിപത്യമാണ്.
ഇവിടെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉള്ളൂ. ഇവിടെ ആർക്കും ഇച്ചിരി കൂടുതലും ഇച്ചിരി കുറവൊന്നുമില്ല. ഇത് ഗുജറാത്ത് അല്ല, കേരളമാണ്. ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെ നടക്കത്തുള്ളൂ. ഇനി അല്ല വല്ല ചീത്തയും വിളിച്ച് പറയുന്നേ പറ, നിങ്ങളുടെ യോഗങ്ങൾ ഇനി നടത്തണ്ട. നിങ്ങൾ പറയുന്നത് കേട്ട് എൻ്റെ കൊച്ചു തല തിരിഞ്ഞു പോയി, എൻ്റെ ചെറുക്കൻ വഷളായി, എൻ്റെ കെട്ടിയവൻ കുടിയനായി, അങ്ങനെ വല്ലതും ഉണ്ട് ന്യായമായി അത് പറയണം. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലെ ഒരു കൺവെൻഷൻ നടത്താൻ ഒരു കത്തോലിക്ക പള്ളിക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട്, പിന്നെ അച്ചായ ആ പറമ്പൊന്ന് ഇച്ചിരി സ്ഥലം തരുമോ? എന്തിനാ? സുവിശേഷം നടത്താം. അയ്യോ എൻ്റെ പൊന്നെ, പള്ളിയിൽ ഒന്നാമത് അച്ഛൻ വഴക്കുണ്ടാക്കും, ഇനി അച്ഛൻ എന്നെ പള്ളിയിൽ നിന്നും കൂടെ പുറത്താക്കും, നിങ്ങൾക്ക് തന്നാലെന്നും പറഞ്ഞ് ആ ക്രിസ്ത്യാനി തന്നില്ല. അപ്പോൾ അവിടെ ഏതോ ഒരു ഹൈന്ദവനായ ഒരു ഗോപാലകൃഷ്ണൻ എന്തോ ഒരു സഹോദരൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, അതിനെന്നാ നിങ്ങൾ നടത്തിക്കോളാം. ആ ഹൈന്ദവനായ സഹോദരൻ ആ പറമ്പ് വിട്ടുകൊടുത്തു. നിങ്ങളത് ചെത്തിക്കളച്ച് ഇച്ചിരി കൂടെ വൃത്തിയാവത്തല്ലേ ഉള്ളൂ, അതിനിപ്പോൾ എന്നാ കുഴപ്പം, നടത്തോളം പറഞ്ഞു. നടത്തി. ഒരാഴ്ച അവിടെ വൃത്തിയാക്കി യോഗം നടന്നു. ആ യോഗം കഴിഞ്ഞ് ആ ഗോപാലകൃഷ്ണൻ ചേട്ടന് നന്ദി പറയാൻ അവിടുത്തെ സംഘാടകർ ചെന്നു. ചേട്ടാ വളരെ നന്ദിയുണ്ട് കേട്ടോ, ആ പറമ്പ് ഇങ്ങനെ തന്നതിൽ നന്ദിയുണ്ടെന്ന് പറയാൻ ചെന്നു. അപ്പോൾ ആ ചേട്ടൻ, ആ ഹൈന്ദവ സഹോദരനായ ആ ചേട്ടൻ പറയാ വാക്കുകളെ, അല്ല എന്തൊക്കെ ആയാലും ഒരു കാര്യത്തിൽ സമ്മതിച്ചു എന്ന് പറഞ്ഞു. എന്താ 500 പേര് വീതം ഇല്ലായിരുന്നു ആ യോഗത്തിനെന്ന് പറഞ്ഞു. 500 പേരിനടുത്ത് ഉള്ള യോഗമായിരുന്നു സാറേന്ന്. കൊള്ളാം. എന്തായാലും 3 ദിവസം 500 പേര് ആ പറമ്പിൽ വന്നിരുന്നിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ട് ഒരു ഒറ്റ പാക്കും പാൻപരാഗിൻ്റെയും പൈൻ്റ് കുപ്പിയും അവിടുന്ന് പറക്കാനില്ലായിരുന്നു. ഞങ്ങളൊരു 500 എണ്ണമാണ് അവിടെ കൂടിയതെങ്കിൽ കുറഞ്ഞത് 2 ക്വാർട്ടറും 2 പൈൻറ്റിൻ്റെ കുപ്പിയും 4 ഹാൻസും 2 പാമ്പരാഗിൻ്റെയും കവറെങ്കിലും കണ്ടേനെ. എന്തായാലും അത്ര ഒത്തില്ലല്ലോ എന്ന് അത്രയെങ്കിലും പറഞ്ഞല്ലോ. സന്തോഷം സന്തോഷം സന്തോഷം. ഒരു ദോഷവും പറയാനില്ലല്ലോ. പിന്നെ എന്തിനാണോ എതിർക്കുന്നത്? മതം മാറ്റുന്നു പോലും. എടോ മതം മാറിയിട്ട് വല്ല കാര്യമുണ്ടോ? ഡെയിലി 2 കുപ്പി വെള്ളം അടിക്കുന്ന നാരായണനെ ക്രിസ്ത്യാനി പിടിച്ച് വെള്ളത്തിൽ മുക്കി ജോസഫാക്കി. നാരായണനായപ്പോഴും അടിക്കും 2 കുപ്പി, ജോസഫ് ആയപ്പോഴും അടിക്കും 2 കുപ്പി. വല്ല കാര്യമുണ്ടോ? ഞങ്ങളാരും മതവും മാറിയിട്ടില്ല, സർട്ടിഫിക്കറ്റും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഫ്ലക്സിനകത്ത് ഷമീർ കൊല്ലെന്ന് വെച്ചാൽ എന്താ? സർട്ടിഫിക്കറ്റ് മാറാത്തോണ്ടാ, മതം മാറാത്തോണ്ടാ. പക്ഷെ ഇന്നലെ വരെ ജീവിച്ച ജീവിതം മാറി. മനസ്സിലായോ? ഞങ്ങൾ വിളിച്ചു പറയുന്നത് മതം മാറ്റുന്ന സന്ദേശമല്ല. ഇന്നലെ വരെ കള്ളും കുടിച്ച് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും തലവേദനയായി ജീവിച്ചവനെങ്കിൽ നാളെ മുതൽ ഈ സമൂഹത്തിൽ നീ അന്തസ്സായി തല ഉയർത്തിപ്പിടിച്ച് ഈ ദേശത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നവനാക്കി മാറ്റുന്ന, നിന്റെ ചരിത്രം തിരുത്തി എഴുതുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. പാപം അകത്തു നിന്ന് പുറത്തു പോകണം. അതിന് നീ ദൈവത്തെ കണ്ടുമുട്ടണം. ഈ ദൈവത്തെ തപ്പി ഞാൻ എവിടെ പോകണം പാസ്റ്ററെ? നിങ്ങൾ പറഞ്ഞേക്കെ മനസ്സിലായി. ദൈവത്തെ തിരക്കി ഞാൻ എവിടെ പോകണമെന്ന് പറഞ്ഞതാ. ദൈവത്തെ തപ്പി എവിടെ പോകണം? അപ്പോസ്തലപ്രവൃത്തി 17:24 കൂടെ വേഗത്തിൽ വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 17:24. ദൈവത്തെ തപ്പി ഞാൻ എവിടെ പോകണം? ചോദ്യത്തിന്റെ മറുപടി അവിടെയുണ്ട്. ഒന്നുറക്കെ വായിച്ചാട്ടെ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം. നിക്കട്ടെ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനാണ് ദൈവം. മനസ്സിലായോ? അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ ആരാ? ഈ ലോകവും ഇതിലുള്ളതൊക്കെയും എന്ന് പറഞ്ഞാൽ ഈ കസേരക്കകത്ത് കുത്തിയിരിക്കുന്ന നിന്നെ ഉൾപ്പെടെ ഉണ്ടാക്കിയവനാണ് ദൈവം എന്ന്. ഒരു ചോദ്യം ചോദിക്കട്ടെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ഉറക്കെ പറഞ്ഞേ കുഞ്ഞുങ്ങളെ, ഉറക്കെ പറ, ധൈര്യമായിട്ട് പറ. ദൈവം. ഉറക്കെ പറഞ്ഞേ, മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന വർഷം ഏതാ? 2023. അതുകൊണ്ട് ഒരു ചോദ്യം കൂടെ തിരിച്ചു ചോദിക്കുക. മനുഷ്യനെ സൃഷ്ടിച്ചത് ആര്? ദൈവം. ഇന്ന് ദൈവത്തെ സൃഷ്ടിക്കുന്ന ആര്? അതാ കുഴപ്പം. അവൻ സൃഷ്ടിച്ചു വരും മനുഷ്യൻ. ഈ മൂക്കി ശ്വാസമുള്ള പീറ മനുഷ്യൻ, അവനാണ് ദൈവത്തെ സൃഷ്ടിക്കുന്നത്. കളർ വേണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം, ലിപ്സ്റ്റിക് ഇട്ട വേണം, ഇടാത്ത വേണം, ഇരിക്കുന്ന വേണം, നടക്കുന്ന വേണം, കിടക്കുന്ന വേണം. ഇവനാണ് ഉണ്ടാക്കുന്നത്. എടാ, മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പുണ്ടി പോലെ കിടക്കുന്ന നീയാണോ സൃഷ്ടാവിനെ ഉണ്ടാക്കണേ? വേദപുസ്തകം പറയാം, നീ ഉണ്ടാക്കിയ ദൈവത്തെ അല്ല, ഈ ലോകവും അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവം, സൃഷ്ടിച്ച ദൈവം. ആ ദൈവം വായിച്ചോ, ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകൊണ്ട്. അപ്പൊ ഈ സകലത്തെയും സൃഷ്ടിച്ച ഈശ്വരൻ, പടച്ചവൻ, സൃഷ്ടാവ്, ദൈവം, അവൻ ആരാ? സ്വർഗത്തിനും ഭൂമിക്കും നാഥൻ. അല്ലാതെ ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന പുള്ളി അല്ല ദൈവം. ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഒരു വില്ലേജിലോ ആരെങ്കിലും പറയുന്ന അനുസരിച്ച് അവിടെ ഇരിക്കുന്ന പുള്ളിയല്ല ദൈവം. നീ പറയുന്ന അനുസരിച്ച് ഇറങ്ങാനും കയറാനും, നീ പറയുന്ന അനുസരിച്ച് ഇരിക്കാനും കിടക്കാനും, നീ പറയുന്ന അനുസരിച്ച് തുറക്കാനും അടയ്ക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയല്ല ദൈവം. എൻ്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കും. സകലത്തെയും സൃഷ്ടിച്ച തമ്പുരാനെ നീ അല്ല അനുസരിപ്പിക്കേണ്ടത്, ആ ദൈവത്തിൻ്റെ കൽപ്പന നീയാ അനുസരിക്കേണ്ടത്.
മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. കൈപ്പണിയായ കെട്ടിടങ്ങളിൽ വാസം ചെയ്യുന്നില്ല. മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ കുടിയിരിക്കുന്നവനല്ല പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, പെന്തിക്കോസുകാർ പ്രാർത്ഥിക്കാൻ പോകുന്ന കെട്ടിടത്തിലല്ലേ? ആന്ന്. പിന്നെന്തിനാ നിങ്ങൾ കെട്ടിടത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഞായറാഴ്ച വാതിൽ പൂട്ടിയിട്ട് യേശുവേ എന്നാൽ ശരി അടുത്ത ആഴ്ച കാണാം കേട്ടോ, സൂക്ഷിച്ചിരുന്നോണേ, കള്ളന്മാരൊന്നും എടുത്തുകൊണ്ട് പോകാതെ നോക്കിക്കോണേ എന്ന് പറഞ്ഞ് അവിടുന്ന് ടാറ്റ പറഞ്ഞ് യേശുവിനെ അവിടെ കുടിയിരുത്തിയിട്ടാണോ പോകുന്നത്? ആണോ? അല്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കെട്ടിടങ്ങളിലും ചന്ത മൈതാനത്തും റോഡിലും മരച്ചുവട്ടിലും പ്രാർത്ഥിക്കും. എന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ ഒന്നും യേശുവിനെ കുടിയിരുത്തിയിട്ടില്ല. പിന്നെന്താ? യേശു പറഞ്ഞു, രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ പ്രാർത്ഥനയ്ക്ക് കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഇറങ്ങി വരാമെന്ന് വാക്ക് പറഞ്ഞ് ദൈവ സാന്നിധ്യം പ്രാർത്ഥിക്കുന്നവന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ യേശുവിനെ അതിനകത്ത് കുടിയിരുത്തിയിട്ടല്ല പോകുന്നത്, മറിച്ച് ഇറങ്ങിപ്പോകുന്ന എൻ്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരം, ഹൃദയമാകുന്ന ദേവാലയം, ഹൃദയമാകുന്ന ക്ഷേത്രം, അവിടെ വസിക്കുവാനാണ് സർവേശ്വരൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം വിളിച്ചു പറയുന്നു, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. പ്രിയപ്പെട്ട പുതുക്കുളത്തെ സഹോദരങ്ങളെ, ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെയും നിന്റെയും ഹൃദയമാകുന്ന ക്ഷേത്രത്തിലാണ്. നിന്റെയും എൻ്റെയും ഹൃദയമാകുന്ന പള്ളിക്കകത്താണ്, ഹൃദയമാകുന്ന മന്ദിരത്തിൻ്റെ അകത്താണ്. നീ വാതിലല്ല തുറന്നു കൊടുക്കേണ്ടത്. ഇന്ന് രാത്രി നിന്റെ ഹൃദയം യേശുവിനായി തുറക്കപ്പെടണം. നിന്റെ ഹൃദയം തുറക്കപ്പെടണം. ദൈവം നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കിയേ, അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. 2018 ഇവിടെ പ്രളയം വന്നോ കുഞ്ഞെ? പ്രളയം വന്നു. സത്യസന്ധമായി പറയണം, ഞാൻ പറയുന്ന കാര്യം ശരിയല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പറയണം അത് അല്ല അത് തെറ്റാന്ന് പറഞ്ഞോണം, ധൈര്യമായിട്ട് പറഞ്ഞോണം. കാരണം ഇല്ലാത്ത പറയാൻ പാടില്ല, അതുകൊണ്ടായി ചോദിക്കണേ. പ്രളയം വന്നപ്പോൾ അല്ലേ ദൈവാസന്മാരെ, പ്രളയം വന്നു. ഇവിടെയുള്ള പാരമ്പര്യം പറയുന്ന ക്രിസ്ത്യാനി ഉൾപ്പെടെയുള്ളവൻ്റെ വീട്ടിൽ യേശുവും ഗീവർഗീസും ഉൾപ്പെടെയുള്ളതെല്ലാം വെള്ളത്തിൽ കൂടെ ഒഴുകി ഇല്ലേ? ഒഴുകി. ഗീവർഗീസ് ഒഴുകി പോകുന്ന കണ്ട് ചാക്കോച്ചൻ ഇറങ്ങി നിന്നിട്ട് നോക്കിയപ്പോൾ ഹെലികോപ്റ്റർ രക്ഷിക്കാൻ മേളി വട്ട വിട്ടിട്ടുണ്ട്. ഉടനെ ചാക്കോച്ചൻ അങ്ങോട്ട്, ഹെലികോപ്റ്റർ ഒന്ന് വരൂ പ്ലീസ്, ഓടി വരൂ, എൻ്റെ ഗീവർഗീസ് പോകുന്നു, ഒന്ന് രക്ഷിക്കുന്നാണോ പറഞ്ഞത് അതോ എന്നെ രക്ഷിക്കുന്നാണോ? സത്യമേ പറയാവൂ, സത്യമേ പറയാവൂ. ആരെ രക്ഷിക്കുന്നു? എന്നെ രക്ഷിക്കുന്നു അല്ലേ? അപ്പൊ ഹെലികോപ്റ്റർ താന്ന് വന്ന് ചാക്കോച്ചനെ പൊക്കിയെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പിൽ കൊണ്ടുപോയി രക്ഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറങ്ങി ചാക്കോച്ചൻ തിരിച്ചു വന്നപ്പോൾ ഒഴുകിപ്പോയ ഗീവർഗീസ് അവിടെ ചെളി പിടിച്ച് കിടക്കുന്നു. പുള്ളി അതിനെ എടുത്തുകൊണ്ട് വന്ന് തുടച്ച് മിനുക്കി ഷോക്കേഴ്സിൽ കൊണ്ടുവച്ചിട്ട് പറയുകയാണ്, എന്നെ രക്ഷിക്കണേ എന്ന്. എങ്ങനുണ്ട്? എടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ ഡിഗ്രി വേണോടോ? ഇതിന് തലയ്ക്കകത്ത് മൂള ഉണ്ടായാൽ പോലെ. ഇതൊന്നും തിരിച്ചറിയാതെയാണ് മനുഷ്യൻ സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയെ ഭജിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം പറഞ്ഞത്, മനുഷ്യന്റെ കൈപ്പണിയായ കെട്ടിടങ്ങളിൽ കുടിയിരിക്കുന്നവനല്ല ദൈവം, മറിച്ച് എന്റെയും നിന്റെയും ഹൃദയമാകുന്ന മന്ദിരത്തിൽ വസിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കുടിയിരിക്കുന്ന പാപമെന്ന ഇരുട്ടിനെ പറിച്ചെടുത്ത് പുറത്തെറിഞ്ഞുകൊണ്ട് നാളെ മുതൽ ദേശത്തിൽ നിന്നെ വെളിച്ചത്തിൽ നടത്താൻ കഴിവുള്ള ഒരേ ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ ഇന്ന് രാത്രി വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഈ സന്ദേശം നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് കടന്നു വന്നാൽ, ഈ യേശു നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് കടന്നു വന്നാൽ, ഇന്നലെ വരെ ഈ ദേശത്ത് നീ ഭാരമാണെന്ന് പറഞ്ഞെങ്കിൽ, ഇന്നലെ വരെ ശാപമാണെന്ന് പറഞ്ഞെങ്കിൽ, ഇന്നലെ വരെ നീ ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ, നാളെ നിന്റെ ചരിത്രം മാറ്റിമറിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി സന്ധ്യയ്ക്ക് കള്ളും കുടിച്ച് കൂട്ടുകാരുമായി പാക്കും പാൻപരാഗം ചവച്ച് മുണ്ടും മടക്കി കുത്തി കവലയിൽ കൂടെ നടന്നു പോയാൽ എൻ്റെ നാട്ടിലുള്ള കവലയിലെ പീടികക്കടയിലുള്ള കടക്കാർ വിരൽ ചൂണ്ടി ചോദിക്കാരൻ, ഏതല്ല അവൻ ഏതാ പോകുന്നത് തലതെറിച്ചവൻ. അപ്പോൾ അടുത്തിരിക്കുക കടക്കാരൻ പറയാ, ഇല്ലേ സലാമിൻ്റെ മോനാ, ഇല്ല ജമീലയുടെ മോനെ, അവൻ തലതെറിച്ച് അങ്ങനെ നടക്കുക, കള്ളു കുടിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞൊരു കാലം. ആ കാലത്തിൻ്റെ നടുവിൽ ഇന്ന് ചരിത്രം തിരുത്തപ്പെട്ടു. ഇന്ന് എൻ്റെ മാതാവ് അതിലൂടെ നടന്നു പോയാൽ ആ കടക്കാർ വിരൽ
ചൂണ്ടി അല്പം ബഹുമാനത്തോടെ പറയും, ദേ പോകുന്ന ആരെന്നറിയാമോ? ആരാ? നമ്മുടെ മറ്റേ പ്രസംഗകനില്ലയോ? ഷമീർ കൊല്ലത്തിൻ്റെ അമ്മയാ ആണ്ടോ. അപ്പം എന്ന് തല ഉയർത്തിപ്പിടിച്ച് എൻ്റെ അമ്മ നടക്കാം. 20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ തലേ കൈ ചൂണ്ടി നീ ഒന്ന് ചത്തെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നെന്ന് പ്രാഗിയ എൻ്റെ ഉമ്മ ഇന്ന് എന്നെ ഓർത്ത് അഭിമാനത്തോടെ തലയുയർത്തി ജീവിക്കാൻ തക്കവണ്ണം ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു സന്ദേശമുണ്ടെങ്കിൽ ആ സന്ദേശമാണ് ഇന്ന് രാത്രി ഞങ്ങൾ പുതുക്കുളത്തിന് കൈമാറുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന്, ഇരുട്ടിന്റെ പുടിയിൽ നിന്ന്, തിന്മയുടെ വഴിയിൽ നിന്ന് രക്ഷയിലേക്ക് നടപ്പാൻ, മോക്ഷത്തിലേക്ക് നയിക്കാൻ, വെളിച്ചത്തിലേക്ക് നയിക്കാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏക നാമമല്ലാതെ, ഏക സന്ദേശമല്ലാതെ, ഏക സുവിശേഷമല്ലാതെ മറ്റൊരു രക്ഷാമാർഗം ഇക്ഷുതിയിൽ ഇല്ലവേ ഇല്ലെന്നുറക്കെ വിളംബരം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, പ്രിയ സ്നേഹിതരെ, എന്തുകൊണ്ട് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു? ഉത്തരം, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കേണ്ടതിന്. എന്തുകൊണ്ട് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു? ഉത്തരം, മരണാനന്തര ജീവിതം ദൈവത്തോടൊന്നിച്ച് വസിക്കേണ്ടതിന്. എന്തുകൊണ്ട് ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നു? ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചിടത്തു നിന്ന് ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്ന ഒന്നാക്കി മാറ്റിയത് യേശുവായതുകൊണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ പുതുക്കുളത്തോട് ഞാൻ ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു. ആമേൻ. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ യേശുവിന് വേണ്ടി തുറക്കപ്പെട്ട് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത്, ഭവനത്തിൻ്റെ അകത്ത് കടന്നു വരുന്നെങ്കിൽ നിങ്ങളുടെ പേരോ സർട്ടിഫിക്കറ്റോ അല്ല, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ചുകൊണ്ട് യേശു നിങ്ങളെ സ്വതന്ത്രരാക്കുവാനിടയായി തീരും. സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ഈ ഭൂമിയിലും പോരാ, വരുവാനുള്ള ദൈവരാജ്യത്തിൽ സൗജന്യ പ്രവേശനവും സാധ്യമാക്കുന്ന സുവിശേഷം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മോക്ഷം പ്രാപിപ്പാൻ, രക്ഷ പ്രാപിപ്പാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ ഈ സന്ദേശം പുതുക്കുളത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ അവസാനത്തെ കുത്തും ഇട്ടുകൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.